ആ വൃക്ഷം ഒരു വൃക്ഷം എന്നെ നശിപ്പിക്കുന്നതോടുകൂടെ, മരം മുറിക്കുന്നതോടുകൂടെ ആ വൃക്ഷത്തിന് 50% കാർബൺ കൂടുതലായി അറ്റ്മോസ്ഫിയറിൽ വരും. ഈ കാർബണിന്റെ അവസ്ഥ, അറ്റ്മോസ്ഫിയറിൽ വരുന്ന കാർബണിൽ 50% കാർബണും 30 വർഷം കൊണ്ടില്ലാതെയാവും. ശ്രദ്ധിക്കണേ, അറ്റ്മോസ്ഫിയറിൽ വരുന്ന ഈ അന്തരീക്ഷത്തിൽ വരുന്ന കാർബൺ ഇതിങ്ങനെ ദിവസം കൂടിക്കൊണ്ടേയിരിക്കണം. അന്തരീക്ഷത്തിൽ കാർബൺ, അതിൽ 50% കാർബൺ 30 കൊല്ലം കൊണ്ട് ഇല്ലാതെയാവും. ബാക്കിയുള്ള 50%-ത്തില് 30% ഒരു 100ഓളം കൊല്ലങ്ങൾ കൊണ്ട് ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഇല്ലാതെയാകും. ബാക്കി ഒരു 20% ഓരോ സെക്കൻഡിലും കൂടും കാർബൺ. അതൊരു കാലത്തും ഇല്ലാതെയാവില്ല. ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞാലും ആ കാർബൺ അറ്റ്മോസ്ഫിയറിൽ കിട്ടി നിൽക്കും. അത് ഓരോ സെക്കൻഡും വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ പിന്നെ എന്തുണ്ടാകും? അപ്പോൾ വളരെ പ്രശ്നം വന്നു. ഇവിടെ വൃക്ഷങ്ങൾ മുറിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കണ്ട. ഇനി നമ്മൾ വിഷയത്തിലേക്ക് മടങ്ങി. അതുകൊണ്ടാണ് മുസ്തഫ നബി പറഞ്ഞത്, ഇതാ ഖിയാമത്ത് നാളായി, അപ്പോഴാണ് ഒരു മരക്കൊമ്പ് നിങ്ങൾ കിട്ടിയതെങ്കിൽ അത് നിങ്ങൾ ഭൂമി കുഴിച്ചിടണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞത്. കാരണം ഭൂമിയും അതിന്റെ മുകളിലുള്ള അന്തരീക്ഷവും ശുദ്ധിയായി നിലനിർത്തുന്നത് എന്താണ്? നിങ്ങൾ ഇവിടെ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ശൗബീന്ദ്രമാശ വിഷയം, ഇത് മുസ്ലിങ്ങളുടെ വിഷയമാണ്. ഹബീബ റസൂലുള്ളാഹി പഠിപ്പിച്ചു, മരം അത് വല്ലാത്ത വിഷയം. ഒരു മരം നട്ടുപിടിപ്പിച്ച എത്ര വലിയ കൂലിയാ, എത്രയാണ് അതിൻ്റെ ഒരു കൂലി. ഇതെന്തിനാ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ? ഈ പണി നമ്മൾ ഏറ്റെടുക്കണം. ഡീഫോറസ്റ്റേഷനാണ് സത്യത്തിൽ ഭൂമിയെ തകർത്തിട്ടുള്ളത്. തകർന്നുകൊണ്ടേയിരിക്കുക. ഡീഫോറസ്റ്റേഷൻ ശക്തമായി വന്നുകൊണ്ടിരിക്കുക ലോകത്തെവിടെയും. എത്രയാ ഒരു മരം മുറിക്കപ്പെട്ടാൽ ആ മരത്തെ കത്തിച്ചു കളഞ്ഞാൽ അതുവഴി ഉണ്ടാകുന്ന നാശങ്ങൾ വളരെ ശക്തമാണ്. ഡീഫോറസ്റ്റേഷൻ ഭയങ്കര പ്രശ്നമാണ്. ഇത് വന്നതും എന്താണ്, ഇത് കാണിച്ചതും എന്താണ്? ഇന്നിപ്പോ എല്ലാവരും കഴിഞ്ഞ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് വെട്ടി നശിപ്പിച്ചത് ബ്രസീലുകാരാണ്. അവരതിന്റെ പേരിൽ പിന്നീട് ബ്രസീലിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് കൈ കണക്കില്ല. അതാണ് ഒരളവിൽ അമേരിക്കയിലും പരിസരത്തൊക്കെ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പല നാശത്തിന്റെയും അടിസ്ഥാനക്കാരാണ്. എത്രയാ പുക ലോകത്ത്. എയർപോർട്ടിൽ ഇറങ്ങി, ഞാൻ കോലാലംപൂർ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ പരിസരം മുഴുവനും ഒരു മൂടൽ മഞ്ഞ് പോലെ. എന്നെ റൂമിൽ കൊണ്ടുപോകാൻ വന്ന ആളുകളോട് ഞാൻ ചോദിച്ചത് എന്താണ്? അപ്പോൾ പറഞ്ഞു, ഇന്തോനേഷ്യയിൽ കാട് കത്തിയതാണ്. ഇന്തോനേഷ്യയിൽ കാട് കത്തിയിട്ട് മലേഷ്യ മുഴുവനും പോകാം. ഞാൻ കണ്ടനുഭവിച്ചു. നിങ്ങൾക്ക് പറയുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ കണ്ടനുഭവിച്ചു. കോലാലംപൂർ എയർപോർട്ടിലൊക്കെ കത്തിപ്പോകാം. എയർപോർട്ടിൽ നിന്ന് കോലാലംപൂർ സിറ്റിയിലേക്ക് പോകുന്നിടത്ത് ശക്തമായി പോകാം. ആദ്യമായി ഞാൻ വിചാരിച്ചത് ഇത് മഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ രാവിലെ ഒരു 10-11 മണി നേരമായിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെയെന്ന് ഞാൻ ചോദിച്ചു. മഞ്ഞാണോ? അപ്പോൾ പറഞ്ഞു മഞ്ഞല്ല, ഇന്തോനേഷ്യയിൽ കാട് കത്തിയതാണ്. ആ കാട് കത്തിയ പുക എവിടെ? മലേഷ്യയിൽ. അങ്ങനെ എത്രയാ. മരം നശിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രകൃതി നാശമാകും. പ്രകൃതി നാശമായാലോ ഈ ഒരു സന്തുലിതാവസ്ഥ, ഈ ഒരു സന്തുലിതാവസ്ഥ, ഈ പ്രകൃതിയിലെ ഈ സന്തുലിതാവസ്ഥ ഇല്ലാതെയായി പോകും. കാർബൺ നിയന്ത്രിക്കപ്പെടുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അറ്റ്മോസ്ഫിയറിൽ കാർബൺ അധികരിച്ചു പോയാൽ ഭൂമിയുടെ സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികളെ നിയന്ത്രിക്കാൻ അതിന് കഴിയാതെ വരും. അതിനൊരിക്കലും പിന്നെ കഴിയാതെ വരും. അപ്പോൾ പിന്നെ ഗ്രീൻ ഹൗസ് പ്രഭാവം തകരും. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഓസോൺ പാളികളിൽ വിള്ളലുണ്ട്. ഓസോൺ പാളി എന്ന് പറഞ്ഞാൽ കുറച്ച് വാതകങ്ങൾ കൂടിയിട്ട് സൂര്യചൂടിനെ ഭൂമിയിലേക്ക് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിന്റെ ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ നാശം അതുവഴി വന്നുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ ശക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മുസ്ലിമീങ്ങൾ ഈ മരം മുറിക്കുന്ന ഏർപ്പാടുകളിൽ നിന്ന് മാറണമെന്ന് മാത്രമല്ല, വളരെ അത്യാവശ്യമായിട്ട് ഇവർ മരം മുറിക്കാൻ പാടില്ല. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാട്ടിലേക്ക് പട പറഞ്ഞയച്ചപ്പോൾ ആദ്യം പറഞ്ഞു, ലാ തഖ്തഉ ഷജറ, ഒരു മരം മുറിക്കാൻ പാടില്ല. ആര് പറഞ്ഞു? സയ്യിദുന ഉമർ. ഇത് നമ്മൾ വളരെ ചിന്തിക്കണം. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ലോകത്ത് ഈ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് വന്നാല് ഈ കാർബൺ അധികരിച്ചു പോയാൽ ഭൂമിയിൽ ചൂട് കൂടും. ഭൂമി ചൂട് കൂടിയാൽ പിന്നെ ശക്തമായിരിക്കും. രണ്ട് നാശങ്ങളുണ്ടാവും. ദക്ഷിണ ധ്രുവത്തിലെയും ഉത്തര ധ്രുവത്തിലെയും മഞ്ഞുരുകിപ്പോവും. ആ മഞ്ഞുരുകിയാൽ കേരളമടക്കമുള്ള അനവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവും. കേരളം എപ്പോഴും വെള്ളത്തിനടിയിലാകാവുന്ന പ്രദേശമാണ്. കാലിഫോർണിയ വെള്ളത്തിനടിയിലാകും. അതാണ് അമേരിക്ക. സത്യത്തില് അമേരിക്ക ഈ വനവൽക്കരണത്തിനൊക്കെ നേരത്തെ എതിരായിരുന്നു. മരമൊക്കെ കുറച്ച് മുറിക്കാന്നുള്ള അഭിപ്രായക്കാരായിരുന്നു അമേരിക്ക. പക്ഷേ പിന്നീട് പഠനം അമേരിക്കയിലെ കാലിഫോർണിയയാണ്. അപ്പോൾ പിന്നെ അമേരിക്ക സത്യത്തിൽ വനവൽക്കരണത്തിന്റെ ഭാഗത്ത് നിൽക്കുകയാണ് ചെയ്തത്. ഹബീബ നബി പറയാം, ഇതിനേക്കാൾ വലിയ പറഞ്ഞൊരു ഐസക് ന്യൂട്ടൻ ഇല്ല. ഇതിനേക്കാൾ പറഞ്ഞ ഒരാളും ലോകത്തില്ല മുഹമ്മദ് നബിയെ പോലെ.
ഉറക്കപ്പറ സയ്യിദുനാ മുഹമ്മദുൻ. എന്താണ് അവിടെ ഹബീബാ നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്താ റസൂൽ പറഞ്ഞത്? ഇദാ ഉഖീമത്തിസ്സാ, ഖിയാമത്ത് നാളായി, വബിയദി അഹദികും ഫസീല, അപ്പോഴാണ് നിങ്ങളെ കയ്യിൽ ഒടിച്ചു കുത്താവുന്ന ഒരു സാധനം കിട്ടിയതെങ്കിൽ ഫല്യഗ്രിസ്ഹാ, നിങ്ങളന്ന് അത് ഒടിച്ചു കുത്തണം എന്ന് ഖാല റസൂലുള്ളാഹി. ഒരു സാധനം നിങ്ങൾക്ക് അപ്പോഴാണ് കിട്ടിയതെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, നീരാവി, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ, ഇങ്ങനെയുള്ള ഇതാണ് സത്യത്തിൽ ഈ പ്രധാനമായുള്ള ഗ്രീൻ ഹൗസ് വാതകങ്ങൾ. അതിലെ ഒന്നിൻ്റെയും സന്തുലിതാവസ്ഥ കൂടാൻ പാടില്ല. അത് കൂടിപ്പോയാൽ അതിൽ പ്രധാനമായും CO2 ആണ്, കാർബൺ ഡൈ ഓക്സൈഡാണ്. അത് കൂടിപ്പോയാൽ പിന്നെ ഒരിക്കലും ലോകത്തിന് നിലനിൽക്കാൻ കഴിയൂല. ഭൂമിയിലെ ജനങ്ങളുടെ ജീവിതം തന്നെ അതുവഴി ബുദ്ധിമുട്ടാവും. ഇനി അതിനുള്ള കാരണം എന്താ? കാരണം പ്രധാനമായും ഡീഫോറസ്റ്റേഷനാണ്. മരം മുറിച്ചുകൊണ്ടുപോകാൻ. മരം മുറിക്കാൻ വളരെ അത്യാവശ്യമായിട്ടല്ലാതെ മരം മുറിക്കാൻ പാടില്ല. ഇന്ന് പഴയതുപോലെയല്ല. എന്നാൽ അതിന് പകരമായി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അത് നമ്മൾ ചെയ്യുന്നില്ല. അതിന് പകരമായി നമ്മളൊന്നും ചെയ്യുന്നില്ല. എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ വീട്ടിന്റെ മുറ്റത്ത് പരിസരത്ത് മുഴുവൻ ആകെ 10 സെന്റാണ്. അതിന് നമ്മൾ 4 സെന്റിൽ വീട് വെച്ച് ബാക്കിയുള്ള 3 സെന്റിലും 6 സെന്റിലും നമ്മൾ എന്തു ചെയ്ത് നമ്മൾ പിന്നെ എന്താ പറയാ ടൈൽസ് കുഴിച്ചിട്ട് പിന്നെ വെള്ളം ഇനി അവിടെ താഴേക്ക് പോവുക. വെള്ളം ഇനി അവിടെ താഴേക്ക് പോവാൻ വെള്ളം എവിടെ ഇനി താഴേക്കോടെ വെള്ളം സ്റ്റോർ ചെയ്യണം. അതിനെന്താ പരിഹാരം? ആകെയുള്ള 10 സെന്റ് ഭൂമിയാണ്. അതിൽ 4 സെന്റ് വീട്, 5 സെന്റ് വീട്, ബാക്കിയുള്ള 5 സെന്റ്. ഇപ്പൊ ആകെ ഭൂമിയിലുള്ളത് കുറെ കോൺക്രീറ്റിന്റെ കെട്ടിടം, പിന്നെ കുറെ കോൺക്രീറ്റിന്റെ കട്ടയും കൂടിയ ഭൂമിയായി. അല്ല, ഭൂമി വെള്ളം താവണല്ലോ. പരമാവധി വെള്ളം ഭൂമിയിലേക്ക് താഴാത്ത കോലത്തിലാണ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പരമാവധി ഒക്കെ എല്ലായിടത്തും. പിന്നത് എന്തുണ്ട്? എന്നിട്ട് അവനൊരു കിണറുണ്ട് അവിടെ തന്നെ. ഈ കിണറിൽ, കേരളത്തിലെ കിണറുകളിൽ നല്ല ശതമാനം വേനൽക്കാലത്ത് വറ്റുന്ന കിണറുകൾ അപ്പോൾ തന്നെ കേരളത്തിലുള്ളത്. കേരളമോ ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന രാജ്യങ്ങളിലൊന്നാണ് കേരളം. ഇന്നതാണ് ഈ സാഹചര്യം. ഇത് നിസ്സാരമായി തള്ളാൻ പാടുണ്ടോ? അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ ശ്രദ്ധ മുസ്ലിമീങ്ങൾ പഠിപ്പിക്കണം. അതിനെന്ത് വേണം? നമ്മൾ വീട്ടും പരിസരത്തും മുഴുവൻ മരങ്ങൾ വെച്ചുപിടിപ്പിക്കണം. അത് വലിയ കൂലുള്ള കാര്യമാണ്. ഖിയാമത്ത് നാളായി, അപ്പോഴാണ് ഒടിച്ചു കുത്താവുന്ന ഖിയാമത്ത് നാളായി. ആകുന്നല്ല, ആയി ഗോളങ്ങളൊക്കെ കൂട്ടിമുട്ടാൻ തുടങ്ങി. അപ്പോഴാണ് നിങ്ങളെ കയ്യിൽ ഒടിച്ചു കുത്താവുന്ന ഒരു മരം കിട്ടിയതെങ്കിൽ, ഒരു കൊമ്പ് കിട്ടിയതെങ്കിൽ അതുടനെ നിങ്ങൾ ഭൂമിയിൽ കുഴിച്ചിടണമെന്ന് സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വനവൽക്കരണം, ലോകത്തെ ഏറ്റവും വലിയ വനവൽക്കരണം കൽപ്പിച്ച ആള് ആരാണ്? ഐൻസ്റ്റീൻ അല്ല. ആരാണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ മറക്കരുത്. ഇത് നമ്മളെ വിഷയമാണ്. അത് നമ്മൾ മറക്കാൻ പാടില്ല. വളരെ ചിന്തിക്കണം. എന്നാൽ എന്തുണ്ടായി എന്നറിയോ? ഈ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചൂടിന് ശക്തമായി 50% കാർബണ് വിഴുങ്ങാൻ ഒരു വൃക്ഷത്തിന് കഴിയും. ശ്രദ്ധിക്കണേ, ഒരു വൃക്ഷത്തിന്റെ 50% കാർബണാണ്. ആ വൃക്ഷം മുറിക്കുമ്പോൾ ഈ 50% നേരെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. അതാകട്ടെ പിന്നെ എത്ര നൂറ്റാണ്ടുകൾ കൊണ്ട് ഇല്ലാതെയാക്കപ്പെട്ടാലും 20% വീണ്ടും ബാക്കിയാവുകയും ചെയ്യും. അത് വീണ്ടും അതിശക്തമായ ചൂടിനെ കൊണ്ടുവരും. ഇത് വലിയ നാശങ്ങൾ ലോകത്തുണ്ടാക്കും. അതിന്റെ പുറമെയോ ഇനിയും ചില പ്രശ്നങ്ങളുണ്ട്. ഡീഫോറസ്റ്റേഷൻ മാത്രമല്ല, വീണ്ടും ചില പ്രശ്നങ്ങളുണ്ട്. പെട്രോളിയം വാതകങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, ഇതും ലോകത്ത് സത്യത്തിൽ യജൂജ് മജൂജ് കൂടി വന്നതാണ്. ഈ നഗരവൽക്കരണങ്ങളുടെ അടിത്തറയാണ് സത്യത്തിൽ വനവൽക്കരണങ്ങൾ, വനം നശിപ്പിക്കാൻ കാരണം. അത് യജൂജ് മജൂജ് വഴി വന്നതാണ്. രണ്ടാമതായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അമിതമായ ഉപയോഗം, അതും കാർബണെ കൂട്ടും, അതും ചൂട് വർദ്ധിപ്പിക്കും. പഴയ കാലത്ത് കഴുതപ്പുറത്ത് ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട്, ആ പഴയ വാഹനങ്ങളെ മതിയായിരുന്നു മനുഷ്യന്മാർക്ക്. നല്ല സുഖമുള്ള വാഹനങ്ങളാണ്. അതിന് 2 സുഖമുണ്ട്. എന്ത്? ഒന്ന്, ആ വാഹനങ്ങൾ നല്ല വാഹനം. രണ്ടാമത്തത്, ആ വാഹനത്തിൽ പോകുന്നവൻ തന്നെ സ്വാഭാവികമായി ഒരു വ്യായാമം കിട്ടും. ഇന്ന് നമ്മൾ അവസ്ഥ എന്താ? പരമാവധി ഇളകാത്ത വാഹനം എല്ലാവർക്കും ഇഷ്ടം അല്ലേ? അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. ചായ ഇങ്ങനെ ക്ലാസ്സിലാക്കിയിട്ട് കാറിൽ വെച്ചാൽ ആ കാറ് ആ ചായ ഇളകാൻ പാടില്ല. ആ രൂപത്തിലാണ്. ശ്രദ്ധിക്കണേ. അതായത് പരമാവധി ഇങ്ങനെ അനങ്ങാത്ത ഒരു ജീവിതമാണ് നമുക്ക്. ഒന്ന്, ഒരു കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ പോകുന്നവന് ആ കുതിരപ്പുറത്ത് തന്നെ മതിയാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് കുതിര സവാരി പഠിപ്പിക്കണമെന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ മതിയായിരുന്നു. അപ്പൊ ഈ മോട്ടോർ സൈക്കിളിന് പകരം ഒരു കാലത്ത് സൈക്കിൾ മതിയായിരുന്നു. ഏറ്റവും വലിയ വ്യായാമമുള്ളൊരു സംഗതിയാണ് എന്ത്? സൈക്കിള്. ആർക്കപ്പെട്ട് വേണ്ടത്? ചൈന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സൈക്കിൾ ഉപയോഗിച്ച രാജ്യം ഇന്ത്യയാണ്. ഇന്ന് ചൈനയിലും ആർക്കും സൈക്കിൾ വേണ്ട, ഇന്ത്യയിലും ആർക്കും സൈക്കിൾ വേണ്ട.
സൈക്കിൾ വേണ്ട, അതിലോട്ട് വ്യായാമവും ഇല്ല. ഒന്ന് ഇത് നമ്മൾ വളരെ പ്രധാനമായി മനസ്സിലാക്കണം. ഇത് തന്നെ. പിന്നെയോ, ഇന്ന് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കത്തിച്ചത് കൊണ്ടുണ്ടായ വലിയ നാശങ്ങൾ ലോകത്ത് വന്നിരിക്കുകയാണ്. അതാണ് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. എല്ലാം നാശമായി, പ്രകൃതിവാതകങ്ങൾ നാശമായി, എല്ലാം നാശമായി. കടലിലെ ജീവികൾ എത്രയാ, ലക്ഷക്കണക്കായ ജീവികൾ. ഇറാഖ് യുദ്ധം കഴിഞ്ഞപ്പോൾ സമുദ്രത്തിൽ ചത്തുപൊങ്ങി എത്ര ലക്ഷക്കണക്കിന് ജീവികൾ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. അതിനേക്കാൾ പുറമെ ബോംബിങ്, ആണവ റിയാക്ടറുകൾ. ലോകത്ത് മുഴുവനും ഇന്ന് എല്ലാ രാജ്യങ്ങൾക്കും ആണവ റിയാക്ടറുകളാ. എല്ലായിടത്തും ഒരു ബോംബിങ് എത്രയാ. നാടന്മാർ മുതൽ വൻ രാജ്യങ്ങൾ വരെ ന്യൂക്ലിയർ ബോംബുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ എങ്ങനെ വളരെ നമ്മൾ ചിന്തിക്കണം. ഈ നിലക്കൊക്കെ പ്രകൃതിയെ പൂർണ്ണമായി നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുക. ഇതൊരിക്കലും നശിപ്പിക്കാൻ പാടില്ല. ഹബീബായ നബി പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നഗരവൽക്കരണങ്ങൾ, ഫാക്ടറികൾ, വ്യവസായവൽക്കരണങ്ങൾ, ഇത് മുഴുവനും കൊണ്ടുവന്നത് സത്യത്തിൽ യൂറോപ്പ്. ഇതൊക്കെ യജൂജ് മഅജൂജിന്റെ പ്രത്യക്ഷമായതിനു ശേഷമാണ് ഈ പ്രകൃതി നാശാകുക, ഭൂമി നാശാകുക, വെള്ളം നാശാകുക എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ യജൂജ് മഅജൂജ് അവർ തന്നെയാണ്. അവർ വന്നപ്പോൾ എല്ലാം നാശമായി. നമ്മൾ വളരെ ചിന്തിക്കണം. നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിനെ തരട്ടെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ വീടുകളിലെ നമ്മൾ അടുക്കളത്തോട്ടങ്ങൾ ഉണ്ടാക്കണം. നല്ല ചെടി നട്ടുപിടിപ്പിക്കണം. ചെടി എന്ന് പറഞ്ഞാൽ ചെറിയ ചെടിയല്ല, നല്ല വൃക്ഷങ്ങൾ, നല്ല മനോഹരമായ മാവ്, പ്ലാവ്, ഇതൊക്കെ വെച്ച് പിടിപ്പിക്കണം. അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ആ വിഭവങ്ങൾ എത്ര മനോഹരമാകുന്നു. ചക്ക എത്ര നല്ലൊരു സാധനമാണത്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മലബാറിനെ തകർക്കുന്നത് ചക്ക നശിപ്പിച്ചത് കൊണ്ടായിരിക്കുമെന്ന് ഒരിക്കൽ എന്നോട് അത്തിപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിയാർ പറഞ്ഞു. ചക്ക മനസ്സിലായി നിങ്ങൾക്ക്? ഒരു കാലത്ത് മനുഷ്യനാകെ ഉള്ളൊരു ഭക്ഷണ പദാർത്ഥമായിരുന്നു സത്യത്തിൽ എന്ത്? ചക്ക. എല്ലായിടത്തും ചക്ക ഉണ്ടായിരുന്നു. ചക്കയും കുറച്ച് കഞ്ഞി ഉണ്ടാക്കും. അല്ലെങ്കിൽ പിന്നെ ചക്ക നല്ല പഴുത്ത ചക്ക. എന്താണ് അതിന് സാധനം? ഇന്ന് മനുഷ്യനും വേണ്ട. ഇതേ സാധനം തന്നെ ബാംഗ്ലൂരിലും പിന്നെ മൈസൂരിലും ഒക്കെ ചക്ക കൂട്ടിയിട്ടത് വിൽക്കാൻ വെച്ചത് കണ്ടാൽ നമ്മൾ വളരെ കൗതുകത്തോടു കൂടെ നോക്കും. ഇത് നമ്മളെ നാട്ടിലും വീട്ടിൽ ഈ സാധനം ചാടിപ്പോകുന്നുണ്ട്. ഒന്ന്. ഇനി അതല്ലെങ്കിലോ ഏകദേശം വീട്ടു വളർത്തുന്നൊക്കെ ആവശ്യമില്ലാത്ത പ്ലാവിനെ നമ്മൾ വെട്ടിനാശാക്കി. അതിന് പകരം ഒരു പ്ലാവിന്റെ തൈ കുഴിച്ചിട്ടോ ഇല്ല. കാരണം ചക്ക ആർക്കും വേണ്ട. ഇങ്ങനെയാ പറയാ, ചക്ക ആർക്കും വേണ്ട. പിന്നെ എന്താ വേണ്ടത്? ബ്രോസ്റ്റ്. പിന്നെന്താ വേണ്ടത്? ഷവർമ്മ. പിന്നെന്താ വേണ്ടത്? ഇതൊക്കെ എത്ര കയറിയോ അത്രയും അവന്റെ തടി നാശമായി. അപ്പൊ ഇവിടെ നമ്മൾ ഇത് ചിന്തിക്കണം. ഒരു പ്ലാവ്, ഒരു മാവ്, എന്താ നമ്മളെ മാവിന്റെ ഒക്കെ മാവിനെ കുറിച്ചല്ലേ പാട്ട്. മാവിൽ നിന്ന് നദ്യത്തെ പഴം വീഴുക, അമ്മ തന്നെത്രത്തിൽ നിന്ന് നുതിർന്നു ചുടു കണ്ണീർ. 4 മാസത്തിന് മുമ്പേ ലേനാൾ കൊടിച്ചിട്ട് ബലമാ കണ്ടം പൂവി തുണികൾ വിരിയവേ. അമ്മരൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ചപ്പോ മലർച്ചെണ്ടനോട് ചഹ്ലാടിച്ചടുത്തെത്തി തുടിച്ചു മാടാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേനി. മാമ്പഴം വീഴുന്നേരം ഓടിച്ചെടുക്കേണ്ടോൻ പുൻകുല തല്ലുണ്ണാടു തല്ലിക്കൊള്ളാഞ്ഞിട്ടല്ലേ. എന്തൊരു മനോഹരമാണ് മലയാളത്തിന്റെ ആ ഒരു ശബ്ദ സൗന്ദര്യത്തിലും ചിന്തയിലും വരെ ഈ മാവും മാമ്പഴം ഒക്കെ നിറഞ്ഞു നിൽക്കും. ഇന്നാർക്കാ വേണ്ടത്? ഇന്നാർക്കാ ഉള്ളത്? ഇന്നിപ്പോ നമ്മൾ മാങ്ങ കഴിക്കും. ഏത്? നീലം മാങ്ങ കഴിക്കും. അത് തന്നെ മുകളിലും ഉള്ളിലൊക്കെ എന്താ സാധനം? എൻഡോസൾഫാന. ഇത് നല്ല തേന്മാവ് ഉണ്ടായിരുന്നു നമ്മളൊക്കെ വീട്ടിൽ. നല്ല നല്ല മാങ്ങ ഉണ്ടായിരുന്നു ഇല്ലേ? നല്ല എന്തായിരുന്നു അതിൻ്റെയൊക്കെ ഒരു കോഴിക്കോടൻ മാവ് എന്ന് പറയും. പിന്നെ നാടൻ മാങ്ങ, കോഴിക്കോടൻ മാങ്ങ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഒരു പേരുണ്ട്. അതൊക്കെ വല്യമ്മരിടുന്ന പേരാണ്. ഏറ്റവും നല്ല നാട് കോഴിക്കോടാന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ പേരിട്ടത്. അങ്ങനെയൊക്കെ ആയിരുന്നു പേരിട്ട്. നല്ല മാവ്. എന്താണ് അതിൻ്റെയൊക്കെ ഒരു രസം? എന്താണ് അതങ്ങ് വയറങ്ങോട്ട് നിറയില്ല. ചില മാങ്ങകളൊക്കെ കഴിച്ചാൽ ഒരു സോക്കടില്ല. എന്താണ് ഭക്ഷണം പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതൊക്കെ ദഹിച്ചു പോകും. മാത്രമല്ല നല്ല ആരോഗ്യം ഉണ്ടാവും. എന്തൊക്കെയായിരുന്നു മാങ്ങ. അതിൻ്റെ പുറമെ എന്തുണ്ടാവും? മാങ്ങ ഇല്ലാത്ത കാലത്തിന് എന്ത് ചെയ്യും? അതിൻ്റെ തൊലി ഓർമ്മല്ലേ? തൊലി ഉണക്കി വെക്കും. മാങ്ങാ തൊലി കൊണ്ട് ഇല്ലേ? മാങ്ങാ തൊലി കൊണ്ട് പിന്നെ വർഷകാലത്ത് നല്ല വിഭവങ്ങൾ ഉണ്ടാക്കുമല്ലോ. എന്തൊക്കെ. പിന്നെ അതേപോലെ തന്നെ പഴുത്ത മാങ്ങയുണ്ട് പുഴുങ്ങി കഴിക്കാം. ഇത്ര നല്ല സാധനങ്ങളായിരുന്നു.
ചക്കക്ക് തന്നെ ഇതേപോലെ തന്നെ നല്ല വിഭവങ്ങൾ ഉണ്ടാക്കും ഒരുപാട്. എന്താണ് അതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത? അതൊക്കെ വെട്ടി നശിപ്പിച്ചു. ആ സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് നമ്മളെ മറ്റേ കട്ട. എന്ത് കട്ട? എന്താ പറയാ? എന്നവർക്ക് വീട്ടിന് മുന്നിലിരുന്ന കട്ട എന്താ? അങ്ങനെ ഇന്റർലോക്ക്. ഈ സ്ഥലത്ത് മുഴുവൻ ഇന്റർലോക്ക്. എല്ലാം നിങ്ങൾ ചിന്തിക്കണം. ആകെ 10 സെന്റ് ഭൂമിയേ ഉള്ളൂ. അതിൽ 5 സെന്റിൽ ഇന്റർലോക്കും 5 സെന്റിൽ വീടുമാണ്. അങ്ങനെയാണ്, പൊതുവെ അങ്ങനെയാണ്. ഒരു 10 ഇന്റർലോക്കിന്റെ കട്ട ഒരു വീട്ടിന്റെ മുന്നിൽ വിരിച്ചത് തെറ്റാന്ന് പറയല്ല ഞാൻ, തെറ്റാന്ന് പറയല്ല. അത് സ്വാഭാവികമായി മനുഷ്യന്മാർ ചെയ്യാം. പക്ഷേ ആകെ 10 സെന്റ് ഉള്ളത് 5 സെന്റ് ഇന്റർലോക്ക് ആക്കിയാലോ? അതാണ് ഞാൻ പറഞ്ഞ അവസ്ഥ. അല്ലാതെ ഇത് ചെയ്യുന്നതിന് അതിന് തെറ്റൊന്നും ഉണ്ട് എന്ന് പറയല്ല. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം. മനുഷ്യന്മാരങ്ങോട്ട് നാശായി. ഇതൊക്കെ നാശി പ്രകൃതി മുഴുവൻ നശിപ്പിച്ചു. ഒന്നുമില്ല. കിണറിൽ വെള്ളം ഉണ്ടാവാണ്. എവിടെ വെള്ളം ഉണ്ടാവുക? വെള്ളം താഴാനുള്ള വല്ല വഴി ചെയ്തു വെച്ചിട്ടുണ്ടോ? അതില്ല, ഒന്നുമില്ല. പിന്നെയോ അതിന്റെ പ്രകൃതിയിലെ ഈ ചൂട് ഇല്ലാതാകാൻ വല്ലതും ചെയ്ത് അത് മുഹമ്മദ് നബിയോടോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഇതൊന്നും വ്യവച്ഛേദിച്ച് പറയുന്നതിൻ്റെയും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞു വെച്ചിരുന്നു. മുസ്തഫ നബി പറഞ്ഞു, ഇതാണ് ഇത് റസൂലുള്ള പറഞ്ഞു. ലോകത്തെ ആ ഇക്കോളജിക്കൽ ബാലൻസ് എന്ന് പറയും. ആ ഇക്കോളജിക്കൽ ബാലൻസ് നിയന്ത്രിക്കലിന്റെ ബേസാണ് ഞാൻ ഈ പറഞ്ഞത്. കാർബൺ നിയന്ത്രിക്കുക. എന്നാൽ ഇന്ന് അതിന് യാതൊരു നിർവാഹമില്ല. അത് ഓരോ സെക്കൻഡിലും നശിപ്പിക്കപ്പെടാത്ത 20% കാർബൺ അറ്റ്മോസ്ഫിയറിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് കാരണം എന്തുണ്ടായിരിക്കും? ലോകത്തിന്റെ ആ ഇക്കോളജിക്കൽ ബാലൻസ് എന്ന ആ ഒരു സന്തുലിതാവസ്ഥ അത് തെറ്റിപ്പോകും. അത് തെറ്റിപ്പോയാൽ പിന്നെ വല്ലാതെയൊന്നും മനുഷ്യർക്ക് ഇവിടെ ഈ ജീവജാലങ്ങൾക്ക് ഈ ഭൂമിക്ക് മുകളിൽ ജീവിക്കാൻ കഴിയില്ല. അത് തന്നെയാണല്ല. എന്താ കാരണം? മനുഷ്യന്മാർ ചെയ്തതാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിന്നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. നമ്മൾ വളരെ ചിന്തിക്കപ്പെടണം. ഇത് വളരെ ചിന്തിക്കണം. നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. അപ്പൊ ഇതിന് നമ്മൾ തീരുമാനങ്ങൾ ഉണ്ടാക്കൽ വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. മുഅ്മിനീങ്ങളെ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഖസ്ലത്താനി ലാ യഹില്ലു മൻഉഹാ. 2 സാധനങ്ങൾ ഒരിക്കലും വിരോധിക്കരുത്. ഖാല റസൂലുള്ളാഹി. 2 സാധനങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. 2 സാധനങ്ങൾ വിൽക്കാൻ പാടില്ല, വിരോധിക്കാനും പാടില്ല. വിൽക്കാനും പാടില്ല, ശ്രദ്ധിക്കണേ. വിൽക്കാനും പാടില്ല, വിരോധിക്കാനും പാടില്ല. 2 സാധനം. ഒന്ന് അൽമാഉ വന്നാറു. ഒന്ന് തീയ്, ഒന്ന് വെള്ളം. വെള്ളം വിൽക്കാൻ പാടില്ല. മുസ്തഫ നബി പഠിപ്പിച്ചു ഏറ്റവും വലിയ വിൽപ്പന ഇതാണ് വെള്ളത്തിന്റെ വില. ഒന്ന് വെള്ളത്തിന് എത്ര വില ഉണ്ട് എന്ന് പഠിപ്പിക്കാം. 2 വില കൊടുത്ത് വാങ്ങേണ്ട കാലഘട്ടമായി എന്ന് പഠിപ്പിക്കാം. ഇതാണ് ഈ വെള്ളത്തിന്റെ വില. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ലാ തബിഉൽ മാ. വെള്ളത്തെ വിൽക്കരുത്. ഖാല റസൂലുള്ളാഹി. വെള്ളം വിൽക്കുകയും വാങ്ങുകയും ചെയ്യേണ്ട സാധനമേ അല്ല. അതെല്ലാവരുടെയും ഇതിൽ പൊതു സമ്പത്താണ്. അത് കാവേരിയിലെ വെള്ളം ഇങ്ങോട്ട് കിടക്കാൻ പാടില്ല, മറ്റൊരു അങ്ങോട്ട് കിടക്കാൻ പറയാൻ പാടില്ല. ഇതെല്ലാവരുടേതുമാണ്. എല്ലാവരുടേതും പൊതു സമ്പത്താണ് ലോകത്തിന്റെ. ശ്രദ്ധിക്കും. ഇസ്നാനി ഖസ്ലത്താനി. 2 കാര്യങ്ങളുണ്ട്. ലാ യഹില്ലു മൻഉഹുമാ. ആ 2 കാര്യത്തെയും തടയാൻ പാടില്ല. ഏതാണ് 2 കാര്യം? ആ 2 കാര്യം അൽ മാഉ വന്നാർ. ഖാല റസൂലുള്ളാഹി. അതൊന്ന് വെള്ളമാണ്, ഒന്ന് തീയാണ്. ഫമൻ അത്അമ അഖാഹു ഖുബ്സൻ ഹത്താ യുശ്ബിഅഹു വസഖാഹു മിനൽ മാഇ ഹത്താ യർവിയഹു ബിഖദ്രി അൻഖദഹു അല്ലാഹു മിനൻ നാരി 7 ഖനാദിഖ. ശുഅബുൽ ഈമാനിൽ ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചു. മുസ്തഫ നബി പറയാണ്, ഒരാൾ തന്റെ സഹോദരന് വെള്ളം കൊണ്ട് അയാളെ ദാഹം മാറ്റിയാൽ അല്ലാഹു അൻഖദഹു മിനൻ നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളം വിലങ്ങാൻ പാടില്ല. 2 വെള്ളത്തെ ഏതൊരാൾക്ക് കൊടുത്താലും ഏറ്റവും പ്രധാനപ്പെട്ട സാധനം വെള്ളമാകുന്നു. വെള്ളം ദാനം ചെയ്യുന്നവർക്ക് അല്ലാഹു നരകമോചനം നൽകുമെന്ന് ഖാല റസൂലുള്ളാഹി. ശുഅബുൽ ഈമാനിന്റെ വേറൊരു ഹദീസ് അൻ അബീ ഹുറൈറ ഖാല ഖാല നബിയു. മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൈസ സ്വദഖതൻ അഅലമ അജ്റൻ മിമ്മായിൻ. വെള്ളത്തെക്കാളും വലിയ ഒരു സ്വദഖയില്ല. ശുഅബുൽ ഈമാൻ ഖാല റസൂലുള്ളാഹി. ചിന്തിക്കണം. അയൽ വീട്ടുകാർക്ക് വെള്ളം കൊടുക്കാത്ത ഒരു നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഉണ്ട്. റഅയ്തല്ലദീ
പറ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മഊൻ. അടുത്ത വീട്ടുകാർക്ക് വെള്ളം കൊടുക്കാത്ത ആളുകള് അടുത്ത വീട്ടുകാർക്ക് വെള്ളം വരെ കൊടുക്കില്ല. അവരുടെ ഫവൈലുൽ ലിൽ മുസല്ലീൻ, അവരെ നിസ്കാരം നരകത്തിലേക്കാണ്. അല്ലാഹു കാക്കട്ടെ. അടുത്ത വീട്ടുകാർക്ക് വെള്ളം കൊടുക്കാത്തവരുടെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കില്ല എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത വീട്ടുകാർക്ക് വെള്ളം തടയാൻ പാടില്ല. അടുത്ത വീട്ടിൽ തന്നെ പരിസരം വെള്ളം ആർക്കും തടയാൻ പാടില്ല. ലാ യഹല്ലു മൻഉഹുമ, അതിനെ തടയാനേ പാടില്ല. വെള്ളം തടയാനേ പാടില്ല. വെള്ളം എല്ലാവർക്കും ഉള്ളതാണ്. വായു എല്ലാവർക്കും ഉള്ളതാണ്. വായു എല്ലാവർക്കും ഉള്ളതാണ്. വെള്ളം എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരുടെ സാധനമാണ്. ഇത് മൊത്തം അത് എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും വെള്ളത്തെക്കാൾ വലിയ സ്വതക്കയില്ല. വെള്ളം കൊടുക്കുന്നതിനേക്കാളും വലിയ കൂലിയില്ല. ഏറ്റവും കൂലിയുള്ളത് വെള്ളം കൊടുക്കൽ. നരകത്തിൽ പോലും നരകവാസികൾ കരയാ വെള്ളത്തിന് വേണ്ടിയാണ്. അറിയില്ലേ ആയത്ത്? വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അനഫീറു അലൈനാ മിനൽ മാ. എന്താണ് ആയത്ത്? നരകവാസികൾ സ്വർഗവാസികൾ വെള്ളം കുടിക്കുന്നത് നരകത്തിൽ നിന്നിട്ട് കാണും. ആര്? നരകവാസികൾ. ആറാഫിലുണ്ട് ഈ ആയത്ത്. ശ്രദ്ധിക്കുക, ആറാഫിലുണ്ട് ഈ ആയത്ത്. മനസ്സിലായില്ലേ പറഞ്ഞത്? നരകവാസികൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കും. എന്ത്? സ്വർഗവാസികൾ സ്വർഗത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്ന നരകവാസികൾ കാണും. പഠിച്ചവനെ, ആ സ്വർഗവാസികൾ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആ സ്വർഗവാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ അവര് പറയും വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അനഫീറു അലൈനാ മിനൽ മാ. ഞങ്ങൾക്ക് കുറച്ച് വെള്ളം ചോദിച്ചു തരൂ, കുറച്ച് വെള്ളം ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് നരകവാസികൾ അലമുറ കൊള്ളുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ എന്ന്. അപ്പൊ നരകത്തിൽ പോലും ആളുകൾ കുടിക്കുന്ന വെള്ളത്തിന് വേണ്ടിയാ. അതാണ് വെള്ളം. അത്ര പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടത് അത് തടയാൻ പാടില്ല, വിൽക്കാനും പാടില്ല. അനിയാസ് ബിൻ അബ്ദുല്ലാഹിൽ മുസ്നി ഇന്നഹു റആ നാസം യബിഉനൽ മാ. വെള്ളം വിൽക്കുന്ന ജനങ്ങൾ അവര് പ്രഗത്ഭനായ സ്വഹാബി കണ്ടപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ തബിഉൽ മാ, വെള്ളത്തെ വിൽക്കാൻ പാടില്ല. സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബാഅൽ മാഉ യൻഹാ അൻ യുബാഅൽ മാഉ. വെള്ളം വിൽക്കപ്പെടാൻ പാടില്ല. വെള്ളം വിൽക്കരുത്. വെള്ളം സകലുടേതുമാണ്. വെള്ളം വിൽക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല എന്ന് ഖാല റസൂലുള്ളാഹി. വെള്ളം വിൽക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യം. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ വിൽപ്പന വെള്ളമാണ്. മാത്രമല്ല ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ആരാണ്? വലിയ രാജ്യങ്ങളാണ്, വലിയ വലിയ വികസിത രാജ്യങ്ങളാണ്. അവരിൽപ്പെട്ട രാജ്യമാണല്ലോ ഏത്? G8 രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. അവരാണ് നമ്മളെ വെള്ളം വിലക്ക് വാങ്ങുന്നത്. നമ്മൾ ചിന്തിക്കണം, നിസ്സാരമായി കണ്ടുകൂടാ. ഇത് വലിയ പ്രശ്നമുള്ള കാര്യമാണ്. എല്ലാവരുടേതാണ്, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഇതങ്ങനെ ഒരു കൂട്ടർ സ്വന്തമാക്കി വെക്കേണ്ടതല്ല. വെള്ളം അത് മുകളിൽ താഴേക്ക് അങ്ങനെ ഒഴുകിപ്പോവും. അവനെൻ്റെ ആവശ്യം കഴിഞ്ഞാൽ താഴേക്ക് കൊടുക്കണം. ഒരു കർഷകൻ വരെ ശ്രദ്ധിക്കണം. ഒരു കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ അവൻ്റെ കൃഷിയുടെ അടിഭാഗം നനയാൻ വെള്ളമുണ്ടെങ്കിൽ ബാക്കി ഭാഗം നിർബന്ധ, സുന്നത്തല്ല, നിർബന്ധാണ്. എന്ത്? താഴെ ഭാഗത്തെ കർഷകന് വെള്ളം വിട്ടുകൊടുക്കുന്നത് നിർബന്ധ, സുന്നത്തല്ല, നിർബന്ധ. മനസ്സിലാവേണ്ട പറഞ്ഞത്? ഒരു ചെടിയുടെ തൻ്റെ കൃഷിയുടെ അടിഭാഗം നനയാനുള്ള വെള്ളം ഉണ്ടെങ്കിൽ ബാക്കി വെള്ളം എന്ത് ചെയ്യണം? താഴെ ഭാഗത്ത് വിട്ടു കൊടുക്കണം. അത് നിർബന്ധമാണ്. അത്രയും പ്രധാനപ്പെട്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം മുസ്തഫായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിരോധിച്ചിട്ടുണ്ട്. വെള്ളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ ഉബാദ, ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു മുസ്തഫ നബിയുടെ അരികിൽ വന്ന്, പുണ്യ നബിയെ, എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്. ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്താണ് സദഖ ചെയ്യേണ്ടത്? എൻ്റെ ഉമ്മാക്ക് വേണ്ടി സദഖ ചെയ്താൽ കൂലി കിട്ടുമോ നബിയേ? ഫഖാല നഅം, കൂലി കിട്ടും, ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, അൽമാ, ഉമ്മാക്ക് വെള്ളം ദാനം ചെയ്തതാണ്. വെള്ളം പരമാവധി നിലനിർത്തുക. നമ്മൾ മാത്രമല്ല, ഇതെല്ലാവരുടേതുമാണ്. നിലനിർത്തുക, അത് ദാനം ചെയ്യുക, അത് വിൽക്കാതിരിക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല പോലെ നമ്മൾ ഇതൊക്കെ ചിന്തിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു മുസ്തഫ നബിയുടെ അരികിൽ വന്നു. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു മുസ്തഫ നബിയുടെ അരികിൽ വന്നു.
മുസ്തഫ നബിയോട് പറഞ്ഞു, നബിയെ ഇന്ന ഉമ്മയെ തൂപ്പിയത്തന വായ്പുൻ അന്നഹാ, എന്റെ ഉമ്മ മരിച്ചുപോയി നബിയെ, എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ സ്വതക്ക ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും നബിയാണ് മുസ്തഫ നബിയോട് ചോദിച്ചു. കാരണം അതെ സ്വീകരിക്കുന്നു. അപ്പം അന്ന ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അൽപ്പറാൽ ഉമ്മാക്ക് വേണ്ടി വെള്ളം ദാനം ചെയ്താളാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കിണർ വെച്ചു. അല്ല ഉറങ്ങരുതട്ടാ, ശ്രദ്ധിക്കണം. കഴിവുള്ളവർക്കൊക്കെ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഒരു കിണർ വയ്ക്കണം. നാളത്തെ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വലിയ കിണറൊക്കെ ഉണ്ടാക്കി ഒരു പ്രദേശത്തേക്ക് മൊത്തം വെള്ളം ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന് വെള്ളം ഉണ്ടാകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ വളരെ വലിയ കൂലി കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ വെള്ളത്തെ ശുദ്ധമായി, ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് ശുദ്ധമായി നിലനിൽക്കാൻ സഹായിക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളെല്ലാം വളരെ മനസ്സിലാക്കണം. അപ്പോൾ മുഅ്മിനീങ്ങളെ ഇത് വ്യക്തമായി നമ്മൾ ചിന്തിക്കേണ്ടതായ സംഗതിയാണ്. ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സഅല റജുലുൻ യാ അബാ അബ്ദുറഹ്മാൻ ഖറജതു ഫീ റുക്ബത്തി മുൻദു 70 സന, മുൻപ് 70 ആലതു അൻബാഅൽ ഇലാജി, വെള്ളം ദാനം ചെയ്തവർക്ക് രോഗം മാറും. അങ്ങനെയാണ് ശുഅബുൽ ഈമാനിൽ ഹദീസുണ്ട്. വെള്ളം ദാനം ചെയ്ത രോഗം മാറും. ഇങ്ങോട്ട് നോക്ക്, മാറാരോഗമുള്ള ആളുകൾക്കൊക്കെ നല്ലതാണ് എന്ത്, ഏതെങ്കിലും വെള്ളമില്ലാത്ത നാട്ടുകാർക്ക് കിണർ വെച്ച് കൊടുക്കുക, വെള്ളം എത്തിച്ചു കൊടുക്കുക, പൈപ്പ് ലൈൻ ഇട്ട് കൊടുക്കുക, സഹായം ചെയ്യുക, എന്നാൽ രോഗം മാറുക. ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരാൾ ചോദിച്ചു, എനിക്ക് മുട്ടുവേദന ഉണ്ട്, 7 കൊല്ലമായിട്ട് ആലജിച്ചു, ഒരുപാട് ചികിത്സിച്ചു, ഇലാജി പലരും മരുന്ന് ഉപയോഗിച്ചു, പക്ഷെ ഒരു പല ഡോക്ടർമാരും ചോദിച്ചു, പല അന്തഫിഹി ഒരു ഉപകാരം അതുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ പറഞ്ഞു ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനങ്ങൾക്ക് വെള്ളം ആവശ്യമുള്ള സ്ഥലം അന്വേഷിക്കുക, എന്നിട്ട് അവിടെ ഒരു കിണറുണ്ടാക്കി കൊടുത്താൽ അതാണ് ഏറ്റവും കൂലി കിട്ടുന്ന കാര്യം എന്ന് സയ്യിദുന ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച കാര്യമാണ്. ചിന്തിക്കണം. അപ്പോൾ വെള്ളം പോലെ വേറൊരു സാധനവുമില്ല, വെള്ളം പോലെ മനുഷ്യർ ഉപകരിക്കുന്ന ഒരു സംഗതിയുമില്ല. സദഖ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ കൂലി കിട്ടുന്ന ഒരു കാര്യവുമില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് നിലനിർത്തുക, അതിനെ ശുദ്ധമായി നിലനിർത്തുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ഇതിന് ഇത്രമേൽ കൂലിയുണ്ടെങ്കിൽ ഇത് നശിപ്പിച്ച് കളയാൻ നീ ഇത്രമേൽ കുറ്റമുണ്ടാവും. അത് നമ്മൾ ചിന്തിക്കണം. ഇത് നാശാക്കി കളയുമ്പോൾ അത്രമേൽ എനിക്ക് കുറ്റമുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ വെള്ളം വെറുതെ കളയുന്ന ഒരു നാട്ടുകാർ കേരളീയരാണ്. കേരളീയർ ഒരു ദിവസം 303 കോടി ലിറ്റർ ആവശ്യത്തിനപ്പുറം വെറുതെ കളയുമെന്നാണ് കണക്ക്. ഇന്നത്തെ കണക്ക്, നെറ്റിലെ ലാസ്റ്റ് കണക്കാണ് ഇപ്പോൾ പറയാൻ. എത്ര? ഒരു ദിവസം കേരളീയർ ഒരു ദിവസം പ്രതിദിനം കേരളീയർ നഷ്ടപ്പെടുത്തുന്ന വെള്ളത്തിന്റെ അളവ് 303 കോടി ലിറ്ററാണ് പ്രതിദിനം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കാണ്. ഇപ്പോഴത്തെ ഇന്നലെ രാത്രി നെറ്റ് നോക്കി എടുത്തതാണ്. ലേറ്റസ്റ്റ് കണക്കാണ്, ലാസ്റ്റ് കണക്കാണ്. ഒരു കേരളീയർ ഒരു ദിവസം 303 കോടി ലിറ്റർ വെള്ളം വെറുതെ കളയും എന്നാണ് കണക്ക്. വെറുതെ അനാവശ്യമായി കളയാം. ടോയ്ലറ്റില്, ബാത്റൂമില്, മറ്റ് ഗാർഹിക ആവശ്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കളയാം. 150 ലിറ്റർ വെള്ളം ഒരാൾ ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് നിങ്ങൾ ചിന്തിക്കുക, വെള്ളം തീരെ കിട്ടാത്തവരാണ് ഇന്ന് 225 കോടി മനുഷ്യർ ഈ ഭൂമിയിൽ. 625 കോടി മനുഷ്യർ ഭൂമിയിലുള്ളതിൽ 225 കോടി ജനങ്ങൾക്കും വെള്ളം അത്യാവശ്യത്തിന് കിട്ടാത്തതാണ്. അതിൽ 110 കോടി ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടാത്തതാണ്. ശരിക്കും ഇതാണ് കണക്ക്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കാണ് ഈ പറയുന്നത്. ലോകത്ത് വെള്ളം കിട്ടാത്തവരാണ് 225 കോടി ജനങ്ങൾ. അതിന് ശുദ്ധവെള്ളം കിട്ടാത്തവരാണ് സത്യത്തിൽ 110 കോടി ജനങ്ങൾക്ക് ശുദ്ധവെള്ളമല്ല ഭൂമിയിൽ. അത് നമ്മൾ ചിന്തിക്കണം. അതിനോടുകൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ 303 കോടി ലിറ്റർ വെള്ളം വെറുതെ ഒരു ദിവസം കളയുക. ഒരു കേരളീയൻ 150 ലിറ്റർ വെള്ളം ഉപയോഗിക്കുമ്പോൾ 75 ലിറ്ററും ഒരു നിലക്കും ധാർമ്മികമായും ന്യായീകരിക്കാൻ കഴിയാത്ത ആവശ്യത്തിനാണ് കളയാന്നാണ്. 150 ലിറ്റർ വെള്ളം ഒരു കേരളീയൻ ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് 50 ലിറ്ററിലേറെ ഒരു ദിവസം വെള്ളം ഉപയോഗിക്കാൻ അവകാശമില്ല. റസൂലുള്ള പറഞ്ഞ രൂപത്തിലാണെങ്കിൽ 50 ലിറ്റർ ഒന്നും വേണ്ടി വരില്ല. അതിനൊന്നും വേണ്ടിയവർ തന്നെയല്ല. കാരണം 2.5 ലിറ്റർ വെള്ളം കൊണ്ട് കുളിക്കും. പിന്നെയോ അതിൻ്റെ 4 ഭാഗം കൊണ്ട് ഒതുവെടുക്കും ചെയ്യുമെങ്കിൽ ഒരു 5-8 ലിറ്ററൊക്കെ വെള്ളം ഉണ്ടായാൽ ഒരു ദിവസത്തിന് ധാരാളം ഒരു മനുഷ്യൻ. എന്നാൽ ആഗോള കണക്കനുസരിച്ച് 50 ലിറ്റർ വെള്ളം ഉപയോഗിക്കണം. ഇന്ന് ശരാശരി കേരളീയൻ 150 ലിറ്റർ വെള്ളം ഉപയോഗിക്കണം ഒരു ദിവസം.
ഈ 150 ലിറ്റർ വെള്ളത്തിൽ 75 ലിറ്റർ ഒരു നിലക്കും ധാർമ്മികമായി ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചെലവഴിക്കുന്നത് എന്നാണ് കണക്ക്. അത് നമ്മൾ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ മനസ്സിലാക്കേണ്ടത്, കിണറിലെയും കുളങ്ങളിലെയും വെള്ളം, കിണറിലെ വെള്ളം ഇന്ന് മലിനമായി കൊണ്ടിരിക്കുക. ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് അനുസരിച്ച് 13% കിണറിലെ വെള്ളം മാത്രമേ കേരളത്തിൽ കുടിക്കാൻ പറ്റുള്ളൂ. ഒന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നത് വലിയ വിഷയം ഞാൻ പറയാം. കേരളത്തിലെ മൊത്തം കിണറുകളിൽ 13% കിണർ മാത്രമേ വെള്ളം കുടിക്കാൻ പറ്റിയ കിണറുള്ളൂ. ബാക്കിയുള്ള 87% കിണറുകളുടെയും വെള്ളം കുടിച്ചാൽ രോഗം വരുന്ന. എന്താണ് ഈ വെള്ളത്തിന്റെ രോഗത്തിന് കാരണം? കാരണം മറ്റൊന്നല്ല, ഭൂമിയിലെ രാസപദാർത്ഥത്തിന്റെ അമിതമായ ഉപയോഗം. 75,000 വളങ്ങളുടെ വിവിധ ചേരുവകളും മറ്റൊക്കെ ആയിട്ട് സംയോജനങ്ങൾ 75,000 വകുപ്പുകൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. 75,000 രാസക്കൂട്ടുകൾ, രാസവസ്തുക്കൾ, മണ്ണിൽ നമുക്ക് വളമായും മറ്റുപയോഗിക്കുന്ന 75,000 രാസക്കൂട്ടുകൾ. നമ്മൾ ചിന്തിക്കുക, ഇന്ന് സത്യത്തിൽ സംഭവിച്ചു പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ഒന്ന്, കൃഷിയില്ല. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഈ കൃഷിക്ക് വേണ്ടിയുള്ള വേണ്ടി എന്ത് ചെയ്തു? യൂറോപ്യന്മാരുടെ വളത്തെ നമ്മൾ ആശ്രയിച്ചു. ഇന്ന് കൃഷി മുഴുവനും യൂറോപ്യന്മാരെ വളം കൊണ്ട്. അതുകൊണ്ട് എന്തുണ്ടായി? ഒന്ന്, ഈ മണ്ണിലിടുന്ന, മണ്ണിനെ ശുദ്ധീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരാളുണ്ട്. ആര്? ഒരു മണ്ണിനെ പ്രധാനപ്പെട്ട ശുദ്ധീകരിക്കുന്ന ഒരാളുണ്ട്. ആര്? മണ്ണര. ലക്ഷക്കണക്കായ മണ്ണിര 1 ഏക്കർ ഭൂമിയിൽ ഉണ്ടാവുന്ന, അതായത് വലിയ മണ്ണിര തന്നെ ഉണ്ടായിരുന്നു എന്നാ കണക്ക്. ഇപ്പോൾ സത്യത്തിൽ മണ്ണിരയെ കാണാനല്ല. നിങ്ങൾക്കൊക്കെ അറിയാലോ, പഴയ കാലത്തൊക്കെ ഒരു നാറ് നട്ടോ ഒന്നിങ്ങനെ ഇല്ലേ? ഓർമ്മയില്ലേ അതൊക്കെ? ഇല്ലേ? നട്ടിന്ന് കൊയ്തെടുത്ത ആ നെല്ലിനെ എന്ത് ചെയ്യും? ഒന്നിങ്ങനെ തിരിച്ചിടുമ്പോഴത്തിന് എത്രയാ ഒരൊറ്റ നെല്ലിന്റെ ആ ഒരു മുരട്ട 100 കണക്കിന് മണ്ണിരകൾ ഉണ്ടായിരുന്നു. ഇന്ന് ആ മണ്ണിര എന്ന് പറഞ്ഞ സാധനത്തെ കാണാനില്ല. മണ്ണിര ഭയങ്കര മണ്ണിനെ ശുദ്ധീകരിക്കുന്ന പ്രധാനപ്പെട്ട ആളാണ് മണ്ണിര. വെള്ളത്തെയും മണ്ണിനെയും ശുദ്ധീകരിക്കും. ആ സാധനം നാട്ടിലില്ലേ. അതിനെ മുഴുവനും നശിപ്പിച്ചത് ഈ പ്രകൃതി. പുതിയ വളങ്ങളാണ്, ജൈവ വളങ്ങളല്ല, പുതിയ രാസവളങ്ങളാണ്. ആ രാസവളം ഇട്ടിട്ട് സത്യത്തിൽ മരിച്ചു പോയിട്ടുണ്ട് മണ്ണ്. രാസവളങ്ങൾ വളരെ അമിതമായി നമ്മൾ ഉപയോഗിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? ഒന്ന്, മണ്ണ് നാശായി. ഒന്ന്, ഭക്ഷണങ്ങൾ നാശായി. എന്നോടൊരു ഡോക്ടർ പറഞ്ഞു, ഇന്ന് നമ്മൾ കഴിക്കുന്ന ചോറ് 25 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരാളെ ഹയാത്താക്കിയിട്ട് ആ ചോറ് കൊടുത്താൽ തന്നെ അയാൾ ബോധം കൊടുക്കും. മനസ്സിലായില്ല? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ ഈ കഴിക്കുന്ന ചോറ്, ആ ചോറ് എടുത്തിട്ട് 25 കൊല്ലം മുമ്പ് മരിച്ചുപോയ, ഈ ചോറ് പരിചയമില്ലാത്ത 25 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരാളെ ഹയാത്താക്കിയിട്ട് ഇന്ന് നമ്മൾ തിന്നുന്ന ഈ ചോറ് അയാൾക്ക് കൊടുത്താൽ തന്നെ, ഒരു ഈസാ നബിയെ കിട്ടുകയാണെങ്കിൽ, ഉപ്പ പറയുന്നത്, ഒരു ഈസാ നബി അലൈഹിസ്സലാം കിട്ടുകയാണെങ്കിൽ, മരിച്ചുപോയ 25 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരാളെ ഹയാത്താക്കി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇന്നിപ്പോ നമ്മൾ ഈ കഴിക്കുന്ന ആ ചോറ് ഒരു പ്ലേറ്റാണ് വെച്ചു കൊടുത്താൽ അത് തിന്നാൽ തന്നെ അയാൾ ബോധം കിട്ടുമെന്ന്. അത്രയും കെമിക്കൽ. നമ്മളത് അറിയില്ല. കാരണം ആ രൂപത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. പകരം ഒരു ഭാഗത്ത് എന്തുണ്ടായിട്ടുണ്ട്? രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? 2 കാരണം. ഒന്ന്, പ്രകൃതി ശ്വസിക്കുന്നത്, കാർബണിന്റെയും മറ്റുമൊക്കെ അമിതമായ ഉപയോഗം. ഇത് നമ്മളെ മൂക്കിലൂടെ അടിച്ചു പൊളിച്ച് നമ്മൾ കയറ്റും. ഒന്ന്. 2, വെള്ളം മുഴുവനും മലിനായിട്ട്. വെള്ളം മുഴുവനും മലിന. 13% വെള്ളം മാത്രമേ കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കിണറിലെയും കുളങ്ങളിലെയും വെള്ളങ്ങൾ 13%-ലേറെ കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അത്രയും നാമാവശേഷമായി. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ആഴ്ചയിൽ 21 ലക്ഷം കോഴികളാണ് കേരളത്തിൽ കശാപ്പ് ചെയ്യുന്നതാണ് കണക്ക്. എത്ര? ഒരാഴ്ചയിൽ. അതായത് തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന കോഴിയുടെ പകുതിയും കയറ്റുമതി ചെയ്യപ്പെടുന്നത് കേരളത്തിലേക്കാണ്. എന്നാലോ തമിഴ്നാട്ടിലെ ഒരു ഡിസ്ട്രിക്റ്റിന്റെ അത്ര വലിപ്പേ കേരളമുള്ളൂ. തമിഴ്നാടിന്റെ ഒരു ഡിസ്ട്രിക്റ്റിന്റെ വലിപ്പേ ഈ കേരളമുള്ളൂ. ഈ കേരളത്തിലേക്കാണ് ഈ കോഴികൾ മുഴുവൻ വരുന്നത്. 21 ലക്ഷം സാധാരണ ദിവസങ്ങളിൽ, എന്തല്ല, നോമ്പല്ല, പെരുന്നാളല്ല, സംക്രാന്തി ഒന്നല്ല, സാധാരണ ദിവസങ്ങളിൽ തന്നെ
21 ലക്ഷം കോഴികൾ കേരളത്തിൽ വരുന്ന ഈ കോഴിയുടെ അവസ്ഥ എന്താ? ഇതിന്റെ അവസ്ഥ ഇത് തന്നെ രോഗങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ഇത് തന്നെ ഒരു രോഗത്തിന്റെ കേന്ദ്രമാണ്. അത് തന്നെ കഴിച്ച മനുഷ്യന്മാർക്ക് രോഗം ഉണ്ടാവും. അത്രയും അപകടകരമാണ്. തിന്നണമെന്നല്ലാതെ ഇതിന്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ബോധവുമില്ല. ഒന്ന്. രണ്ടാമത്തെ മറ്റൊരു പ്രശ്നം, ഇതിന്റെ മുഴുവൻ ഈ കോഴിപ്പാട്സ് 21 ലക്ഷം കോഴികൾ അറുത്ത കോഴിപ്പാട്സുകളും അതിന്റെ രക്തവും എത്ര ഗൗരവമായിരിക്കും ഈ കാര്യം. ഇത് മുഴുവനും ഈ മണ്ണിലേക്കും ഈ വെള്ളത്തിലേക്കും അത് ഒഴുക്കി വിടുക. ഏകദേശം വളരെ നമ്മൾ ചിന്തിക്കണം. കേരളത്തിലെ അതിപ്രധാനപ്പെട്ട ഭൂമിയുടെ രക്തമായ വെള്ളങ്ങളും അതിപ്രധാനപ്പെട്ട കേരളത്തിന്റെ സിരകളായ ഈ പുഴകളുടെയും പരിസരത്തിന്റെ സാഹചര്യം എന്താ? ഇംഗ്ലീഷുകാർ ഈ നാട്ടിനെ കണ്ടിട്ട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിച്ചു എന്നാണ് ചരിത്രം. അത്ര മനോഹരമായ നാട് ആയിരുന്നു കേരളം ഒരു കാലഘട്ടത്തിൽ. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് റോഡ് സൈഡിൽ നടക്കാൻ വയ്യ, പുഴവക്കത്തൊക്കെ പോയിട്ട് ഇരിക്കാൻ വയ്യ, എവിടെയും ഇരിക്കാൻ വയ്യ. എവിടെയും ഇഷ്ടം ഈ വൃത്തികെട്ട, വളരെ മലിനമായ വൃത്തികെട്ട ഈ കോഴിപ്പാട്സുകൾ മറ്റും ഇതുപോലത്തെ അറബുശാലയ്ക്ക് സത്യത്തിൽ വളരെ ശക്തമായ നിയമമുണ്ട്. 5 കൊല്ലത്തിൽ ആ നിയമത്തെ ഒന്നുകൂടി ശക്തമാക്കാറുണ്ട്. വളരെ ശക്തമായ നിയമങ്ങൾ. പക്ഷെ ആ നിയമം ഇവിടെ പാലിക്കപ്പെടാറില്ല. അത് അങ്ങനെ നാശമാക്കി. വഴിയെയും പരിസരത്തെയും ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലത്തെയും മലിനമാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ അവരെ ശപിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. പരിസരത്തെ ഒരാൾ മലിനമാക്കിയാൽ അതോടുകൂടെ അയാൾക്ക് അല്ലാഹുവിന്റെ മലായികത്തിന്റെ ലഅനത്തുണ്ടാവുന്ന അതിത് നമ്മൾ വലിയൊരു പ്രശ്നമാണ്. എവിടെയും നമ്മൾ ഈ ഉപഭോഗ സംസ്കാരത്തിൽ പെട്ടിട്ട് കോഴികൾ അറക്കപ്പെടുക, അതിന്റെ പാർട്സുകൾ മറ്റും മുഴുവൻ നമ്മൾ ഈ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി തള്ള. പുഴക്കരയിൽ മുഴുവനും കോഴിപ്പാട്സുകൾ എവിടെയും. പഴയ കാലത്ത് അങ്ങനെയല്ല. ഒരാഴ്ചയിൽ ഒരു കോഴിയെ കൊഴിഞ്ഞ എത്ര നല്ല വീടാണെങ്കിലും ആ കോഴിക്ക് എന്താണ്, അതിനൊരു ബുദ്ധിമുട്ടില്ല. അത് അവിടെ മുറ്റത്ത് ചറുത്ത് ആ ചോര അപ്പോൾ തന്നെ അവിടെ തന്നെ ഒന്ന് ഒഴുക്കി കളഞ്ഞ് അവിടെ ഒന്ന് ഇല്ലേ, അങ്ങനെയൊക്കെ തന്നെയാണ്. അതിൻ്റെ തൂവലും മറ്റൊക്കെ ഒന്ന് മണ്ണ് മൂടിയിട്ട് നല്ല വൃത്തിയുള്ള വീടുകളൊക്കെ അങ്ങനെയാണ്. പരിസരത്ത് തെങ്ങും കുഴിയിലോ മറ്റോ ഒക്കെ അതാ മണ്ണൊന്ന് മാന്തിയിട്ട് അതൊന്ന് മൂടിയിട്ട് അത് അങ്ങനെ കഴിക്കുള്ളൂ. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് രാവിലെയും ഉച്ചക്കും ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, എപ്പോഴും ഇറച്ചി കഴിക്കുന്ന വീടിന് അല്ലാഹു തആല ശപിക്കണം. ഇന്നത് ആ അവസ്ഥ നമുക്ക്. എന്നാൽ ഈ ഇറച്ചിയോട് വലിയ ഉപയോഗം ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ നിലക്ക് നമ്മളെ സത്യത്തിൽ പ്രകൃതി നമ്മൾ പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാ നിലയിലും രാസവളം കൊണ്ട് നെല്ലിനെയും മണ്ണിനെയും നമ്മൾ നശിപ്പിച്ചു, വെള്ളത്തെ പൂർണ്ണമായി നശിപ്പിച്ചു എവിടെയും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇതിനൊക്കെ ഒരു പരിഹാരം വേണം. എല്ലാവരും പരിസരം ശുദ്ധിയാക്കുന്ന കാര്യത്തിൽ ചിന്തിക്കണം. ലാ തശ്ബഹു ബിൽ യഹൂദ് ഖാല റസൂലുള്ളാഹി. യഹൂദികളെ പോലെ ജീവിക്കരുത്. യഹൂദികൾക്ക് വൃത്തിയില്ല. മുസ്തഫ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ യഹൂദികളെ പോലെ ജീവിക്കും. യഹൂദികൾക്ക് വൃത്തിയില്ല, നിങ്ങൾക്ക് വൃത്തി വേണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. ശക്തമായി പരിസരത്തെ ശുദ്ധിയാക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ശക്തമായ ഒരു ചിന്തയും പ്രവർത്തനവും നമുക്കുണ്ടാകൽ വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. ക്യാൻസറിന്റെ നോക്കൂ നിങ്ങൾ. കേരളത്തിലുണ്ടാവുന്ന ക്യാൻസറിന്റെ 2% ക്യാൻസർ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം വെള്ളം മലിനമായതും വായു മലിനമായതുമാണ്. പഠന റിപ്പോർട്ട്. ക്യാൻസറിന്റെ ആ പള്ളിയോടനുബന്ധിച്ച് നമ്മളെ ഖുർആൻ ക്ലാസ് എല്ലാ കൊല്ലവും എല്ലാ ആഴ്ചയിലും അവിടെയാണ് നടക്കുന്നത്. ഇത് ക്ലാസ് കഴിഞ്ഞാൽ ഖുർആൻ ക്ലാസ് ആഴ്ചയിൽ അവിടെയാണ് ഖുർആൻ ക്ലാസ് നടക്കുന്നത്. ആ പള്ളി വിപുലീകരണവുമായി ബന്ധപ്പെട്ട ഒരാവശ്യത്തിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ആ പള്ളി വിപുലീകരിക്കുക. അവിടെ ക്ലാസ്സിനും മറ്റ് ജുമഅക്കൊക്കെ വലിയ ആളുകൾ വരുന്നതാണ്. ഇഷ്ടംപോലെ ആളുകൾ വരുന്നു. ക്ലാസ്സുകൾ കൃത്യമായി അവിടെ നടക്കുന്നു. പക്ഷേ സൗകര്യം വളരെ കുറവാണ്. അതൊന്നുകൂടി വിപുലീകരിക്കുക എന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ലെറ്റർ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അത് ഇന്ന് മാത്രമാണ് അതിൻ്റെ ഒരു ദിവസം. ഇന്ന് അതിനു വേണ്ടി തൽക്കാലം ഒരു പിരിവെടുക്കാൻ തീരുമാനിച്ചിരിക്കാം. ഇന്ന് മാത്രം, ഇന്നാണ് അതിൻ്റെ ആ പിരിവിൻ്റെ ദിവസം. അത് കഴിയുന്ന ആളുകൾ അവനാൽ കഴിയുന്ന കാര്യങ്ങളൊന്ന് കൗണ്ടറിൽ മറ്റോ അറിയിക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരപ്പെട്ട കാര്യമാണ്. അത് ഒരു യൂണിറ്റിന് അതിന് പിന്നെ പരിസരത്ത് കൂടി കൂട്ടിയെടുത്തിട്ട് വിപുലമായ ഒരു ഹാളും കൂടി അവിടെ നിർമ്മിക്കൽ ആവശ്യമാണ്. ഒരു യൂണിറ്റിന് 10,000 രൂപ, അര യൂണിറ്റിന് 5,000 രൂപ, 1/4 യൂണിറ്റിന് 2,500 രൂപ. ഇതാണ് അങ്ങനെയല്ലേ?
കഴിയാത്തവരുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ താഴെ സംഖ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോളം ഇട്ടിട്ടുണ്ട്. അത് പറഞ്ഞാൽ അവനവൻ്റെ അഡ്രസ്സ് എഴുതിയിട്ട് തിരിച്ചേൽപ്പിക്കണം എന്നറിയിക്കുന്നു. ആ ലെറ്റർ ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് കൗണ്ടറുണ്ട്. ഇന്ന് മാത്രമാണ് എൻ്റെ ദിവസം, നാളെ ഇല്ല. ഇന്ന് മാത്രമാണ്. നാളെ ക്ലാസ് ഉണ്ട്, പക്ഷേ ഇത് ഇന്ന് മാത്രമാണ്. ഇന്ന് മാത്രമാണ് എൻ്റെ ദിവസം. അതുകൊണ്ട് അവനവന് കഴിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ആരോടെ എഴുതിയിട്ട് അറിയിക്കണം എന്നറിയിക്കുന്നു. ഒരു പള്ളി വിപുലീകരണത്തിനാണ് ഒരു ബ്ലോക്കിന് ഒരു യൂണിറ്റിന് 10,000 രൂപ, അര യൂണിറ്റിന് 5,000, 1/4 യൂണിറ്റിന് 2,500 രൂപ. ഇനി അതിൽ കഴിയാത്തവർക്ക് താഴെ എഴുതണം എന്നും അവിടെ അതിൽ കൊടുത്തിട്ടുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നറിയിക്കും. നമ്മൾ ഇങ്ങനെയാണ് സത്യത്തിൽ ഇന്ന് ലോകത്തിൻ്റെ മൊത്തം സാഹചര്യം. നമ്മൾ ഈ മണ്ണിനെയും ഈ പ്രകൃതിയെയും മുഴുവനും നമ്മൾ ഇന്ന് നാമാവശേഷമാക്കിക്കൊണ്ടിരിക്കുക. ഇതിന് പരിഹാരമുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആവശ്യം. ആരാ പരിഹാരം ഉണ്ടാക്കേണ്ടത്? പരിഹാരമുണ്ടാക്കേണ്ടതിൽ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട ആളുകൾ നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മൾ ഇതിന് പരിഹാരം ഉണ്ടാക്കണം. അനാവശ്യമായ വെള്ളം ഉപയോഗം, ആ അനാവശ്യമായ വെള്ളം ഉപയോഗങ്ങളിൽ നിന്ന് നമ്മൾ മാറണം. അതേപോലെ തന്നെ ഇത് അല്ലാഹുവിന്റെ അടുക്കൽ വളരെ കുറ്റകരമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വീടുകളിൽ ഇതേക്കുറിച്ച് കുടുംബയോഗങ്ങൾ നടത്തണം. ബാപ്പമാരും ഉമ്മമാരും മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. വെള്ളത്തിന് ഉപയോഗം അത് അതിപ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഭൂമിയുടെ രക്തമാണ് വെള്ളം. അത് വളരെ സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം വളരെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈ വിഷയത്തിൽ കുടുംബയോഗങ്ങൾ ഉണ്ടാക്കണം. ആവശ്യമായി വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ കൃഷിയെ വളർത്തിയെടുക്കണം. ഒരു കൃഷിയെ വളർത്തിയെടുക്കണമെങ്കിൽ ഈ ഭൂമി കൃഷി കൊണ്ട് നന്നാകും. മാത്രമല്ല ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കപ്പെട്ടാൽ അതുവഴി ഈ ഭൂമിയുടെ പ്രകൃതിക്ക് തന്നെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത് രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുക എന്ന വിഷയത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. മരങ്ങൾ, ചെടികൾ എന്നിവ നട്ട്, അതായത് നല്ല അടുക്കളത്തോട്ടങ്ങൾ, മരങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാവരും ചെയ്യണം. ഇതൊരു വലിയ കൂലി കിട്ടും. ഒരാള് ഒരു മരം നട്ടുപിടിപ്പിച്ചു. ആ മരത്തിൽ നിന്ന് ശ്രദ്ധിക്കാം, ഒരാൾ വഴിവക്കിലോ തന്റെ പറമ്പിലോ എവിടെയെങ്കിലും ഒരു മരം നട്ടുപിടിപ്പിച്ചു. ആ മരത്തിൽ ഫലമുണ്ടായിട്ട് ഒരു കാക്കയോ മറ്റോ ഒരു മനുഷ്യനോ ജീവിയോ എന്തെങ്കിലും കഴിക്കുകയോ അതിന്റെ താഴെ ഒരാൾ തണൽ അനുഭവിക്കുകയോ ചെയ്താൽ ഉഫിറലഹു, അയാൾ ഖബറിലാണെങ്കിലും അയാൾ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരം നട്ടുപിടിപ്പിക്കാം നമ്മളെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കാം. കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകന്മാരോട് കൂടി ചേർന്നിട്ട് ഈ വിഷയത്തിൽ കാര്യമായി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഇതൊരു ഖുർആനിൻ്റെ ഒരു യാഥാർത്ഥ്യവൽക്കരണം. ഇക്കൊല്ലം ഞാൻ വേളായി പറയുകയാണെങ്കിലും നടപ്പിലാക്കാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കാം. ഇൻഷാ അള്ളാഹ് സൗകര്യപ്പെട്ടാൽ ഈ വരുന്ന വേനൽ തന്നെ അതിനെന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കണമെന്നും എൻ്റെ മനസ്സിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ വെറുതെ പറയുകയല്ല, അതിന് വേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കർഷകന്മാർ കൃഷിയെ വളർത്തിയെടുക്കുക. എന്താ കൃഷിയെ വളർത്തിയെടുത്താൽ? ജൈവവളങ്ങൾ ഉപയോഗിക്കുക. ചെലവ് കുറച്ച് കൂടിക്കോട്ടെ, എന്നാലും ഭൂമി നന്നാവും. ഒന്ന്, മണ്ണിരകൾ മടങ്ങി വരും. പിന്നെ കൃഷി നന്നാവും. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടത് ചെയ്തുകൂടാ? നല്ല 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 ഒരു 8-10 ആളുകൾ, നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത റിയൽ എസ്റ്റേറ്റുകളും വലിയതൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം എന്തുകൊണ്ടൊരു 10, 20, 25 ഏക്കർ ഒരു 4 ആൾ കൂടിയെടുത്തിട്ട് അതിൽ കൃഷി ഫാം ഉണ്ടാക്കുക? എന്തുകൊണ്ട്? അവിടെ ജൈവവളം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അത് നല്ല പുല്ല് വളർത്തുക, 8-10 എരുമകളെയും പശുക്കളെയൊക്കെ പോറ്റുക. പശുവിൻ്റെ പാല് അതൊക്കെ നല്ല, അതിൻ്റെ തേനും അതിൻ്റെ നെയ്യും ഔഷധമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതിന് ലാഭമൊന്നും ഉണ്ടാവില്ല. എത്ര കിട്ടുന്ന, നമുക്ക് എന്തിനും എത്ര കിട്ടുന്ന അതൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്യാം. പിന്നെയോ പാടങ്ങൾ, നെൽപ്പാടങ്ങൾ പരമാവധി എന്തുകൊണ്ട് അത് കുറച്ച് ആളുകൾ കൂടിയിട്ട്, ഒരാൾ ഒറ്റക്കാണെങ്കിൽ ഒരു പാടം നടത്തുന്നത് ബുദ്ധിമുട്ടാണ്. നേരെ വെച്ച് 2, 3, 4 ആളുകൾ കൂടിയാൽ ഇതൊക്കെ ഇത് കഴിയും. ഒരു 3-4 ആൾ കൂടിയിട്ട് ഒരു 8-10 ഏക്കർ പാടം, നെൽപ്പാടങ്ങൾ എന്തുകൊണ്ട് കൂടി കൃഷി ചെയ്യൂടാ? ഞാൻ ഈ വിഷയത്തിൽ ചില ആളുകളുമായി ചില തുടക്കം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പറയാനായിട്ടില്ല. ഇതിലൊരു പൊതുവേദിയിൽ പറയുന്നത് ഖൈറില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതായാലും ഈ വിഷയത്തിൽ വരും വേനൽക്ക് എന്തെങ്കിലും ഞാൻ പറയുന്നതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു വെക്കും. അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ആവശ്യമായ നെല്ല് അത് ഞാൻ കാര്യമായി പറയുന്നത് എന്താ പറയുക, എൻ്റെ വീട്ടിൽ നേരത്തെ തന്നെ ആവശ്യമായ ഒരു കൊല്ലം മുഴുവൻ കഴിക്കാനുള്ള നെല്ലുകളൊക്കെ വാപ്പ വല്യപ്പാൻ്റെ കാലം മുതലേ ഈ കാര്യം വളരെ ശ്രദ്ധയുള്ളതാണ്. എന്താണെങ്കിലും കൃഷിയിൽ എത്ര നഷ്ടമെന്ന് പറഞ്ഞിട്ട് വാപ്പ ഒഴിവാക്കിയില്ല. ഇന്ന് അതിൻ്റെ ഫലം അനുഭവിക്കുക.
ഇന്നിപ്പോ ഞാൻ ഇന്നലെ ഈ വിഷയം പഠിച്ചപ്പോൾ തോന്നി, സുബ്ഹാനല്ലാഹ്, ഇനിയൊരു കാലം വരും വല്ലാതെ താമസിയാതെ ഭക്ഷ്യവിഭവങ്ങൾ ലോകത്തില്ലാതെയാവും ഉറപ്പായിട്ടും. അന്ന് മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി തേടും. ഇന്ന് ഈ വലിയ വലിയ നെൽപ്പാടങ്ങളൊക്കെ നികത്തി നാശമാക്കിയവർ അന്ന് വേദനിക്കും. അങ്ങനത്തെ ഒരു സമയം വരാൻ പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു 4 or 5 ആള് കൂടി ചെന്നിട്ട് 8 or 10 ഏക്കർ എടുത്തിട്ട് 10 or 20 ഏക്കർ നെൽപ്പാടങ്ങൾ എല്ലാവരും അതിൽ പച്ചില വളം അതേപോലെ തന്നെ കാലിവളമൊക്കെ ഉപയോഗിക്കുക. എന്തിന്? അതൊരു മാതൃകാപരമായ കാര്യം. അവരെ വീട്ടുകാർക്കും അതിൻ്റെ പരിസരത്ത് വിൽക്കേണ്ട ആളുകൾക്കും വേണ്ടി അവർക്ക് കെമിക്കൽ ഇല്ലാത്ത ഭക്ഷണം. അത് വന്നാൽ അത് വീണ്ടും മടങ്ങി വരും. അങ്ങനെ മടങ്ങി വന്നാൽ ഒരളവോളൊക്കെ ഈ ഭൂമിയിലെ തകർച്ചയെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും അതൊന്ന് ശ്രമിച്ചാൽ കഴിയും. ഒരു വിചാരിച്ച ലാഭമൊന്നും കിട്ടൂല. നമുക്ക് ഏത് കാര്യത്തിൽ ലാഭം കിട്ടുന്ന കാര്യത്തിലാണ് നമ്മുടെ താല്പര്യം. അത്യാവശ്യം നല്ല ഒരു ജോലി, ഒരു 10,000 or 15,000 രൂപ മാസത്തിൽ ശമ്പളമുള്ള ജോലി ഒഴിവാക്കിയിട്ട് ഇവിടെ വന്നിട്ട് എന്തോ തൽക്കാലം 2 ഭൂമി എടുത്ത് വിൽക്കുന്നതോടുകൂടെ ഒരു 1-1.5 ലക്ഷം രൂപ ലാഭം കിട്ടിയാൽ പിന്നെ അവൻ ആ വിസയാണ് കട്ട് ചെയ്യും. എന്നാൽ പിന്നെ കച്ചവടം നടന്നില്ല. പിന്നെ ഒരു 4 കൊല്ലം 5 കൊല്ലം അങ്ങനെ തന്നെ അന്തല്ലാതിരിക്കും. എന്നാലും പിന്നെ ഒരു 10,000 രൂപയ്ക്ക് പോയി ഗൾഫിൽ ജോലി ചെയ്യാൻ അവന് മനസ്സില്ല. എന്തുകൊണ്ട്? ഒറ്റ അടിക്ക് ഒരാഴ്ച കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരു 1-1.5 ലക്ഷം റിയൽ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്നതോടുകൂടെ പിന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ പിന്നാലെ ആയി. ഇത് തെറ്റെന്ന് പറയുന്ന അർത്ഥമല്ല. റിയൽ എസ്റ്റേറ്റിൻ്റെ മുതലാളിമാരൊക്കെ വരുന്നത് എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അത് തെറ്റാണ് ഈ പറയുന്നത്. യാതൊരു വാദമല്ല, അതൊന്നും തെറ്റല്ല. പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഭൂമിയെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവനവൻ മാതൃക കാണിക്കണം. അതിന് നമുക്ക് കഴിയണം. സന്നദ്ധ പ്രവർത്തകർ, ഇസ്ലാമിക പ്രവർത്തകരൊക്കെ യോജിച്ച് ചേർന്നാൽ ഒരു പ്രാഥമികമായി ഒരു 50 കിലോമീറ്റർ ദൂരത്തെങ്കിലും കേരളത്തിൽ അതിനുവേണ്ടി വന വകുപ്പും മറ്റുമൊക്കെ സർക്കാരുമൊക്കെ എല്ലാവിധ സഹായങ്ങളും ഇപ്പോൾ ചെയ്യും. അതിനും സർക്കാർ തയ്യാറാണ്. എന്തുകൊണ്ടൊരു 50 കിലോമീറ്റർ ദൂരം നമുക്ക് നല്ല തേന്മാവ് നട്ടുപിടിപ്പിക്കാം. ഒരു വേനൽക്ക് പണിയുണ്ട്, നല്ല പണിയെടുക്കുക. എല്ലാവരും ഈ ഫ്ലെക്സിബിലിറ്റി ഒന്ന് ഒഴിവാക്കുക. എപ്പോഴും ഇതിൻ്റെ മുന്നിൽ നിൽക്കുക, ഇതിൻ്റെ മുന്നിൽ തന്നെ പിന്നെ ആവുക എന്നുള്ള പണിയൊക്കെ ഒഴിവാക്കി മുസ്ലിം സംഘടനകൾ ഇത് പ്രധാനപ്പെട്ട ആവശ്യമാണ് മനസ്സിലാക്കുക. ഈ അരിയുടെ കീസ് അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് വാങ്ങുക, അപ്പോൾ കൊടുത്തപ്പോൾ ഇങ്ങോട്ട് വാങ്ങിയപ്പോൾ എന്നുള്ള ഈ ഫോട്ടോ മാത്രം ആക്കുന്ന നിർത്തിയിട്ട് കർമ്മം കൊണ്ട് സമൂഹത്തെ ഉദ്ധരിക്കാൻ തയ്യാറാവുക. ഇതിനെല്ലാവരും തയ്യാറാവുക. ഇത് മുസ്ലിം സംഘടനകൾ പ്രധാനമായി ഇതിന് നേതൃത്വം കൊടുക്കുക. ഇതിനൊക്കെ വേണ്ടിയാണ് സംഘടനകൾക്ക് ഇപ്പോൾ ഒരു പണിയില്ല എന്നുള്ളതാണ് സത്യത്തിൽ സംഘടനകൾ ഏറ്റവും വലിയ പ്രശ്നം. ഒരു പണിയില്ലാതെ എന്തോ പണിയെടുക്കുക, അതൊക്കെ നിർത്തി നിർമ്മാണാത്മകമായി പണിയെടുക്കുക. ഇത് മുസ്തഫ നബി പഠിപ്പിച്ച പണിയുമാണ്. എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? ഒരു 50 കിലോമീറ്റർ ദൂരം നമ്മൾ നല്ല തേന്മാവും. അപ്പോൾ അടുത്ത സംഘടന വന്നു, അവരും ഒരു 50 കിലോമീറ്റർ. അപ്പോൾ അടുത്ത സംഘടന ഞങ്ങൾ 100 കിലോമീറ്റർ ആയിക്കോട്ടെ. കേരളത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരം നട്ടുപിടിപ്പിച്ച ഭരണാധികാരി ആരാ അറിയോ? ആരാ? തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരം വെട്ടുപിടിപ്പിച്ച ഭരണാധികാരി ആരാ? വലിയുല്ലാഹി ടിപ്പു സുൽത്താൻ. വലിയുല്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ വലിയുല്ലാഹി ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി. ആര്? സയ്യിദ് ജിബ്രീൽ റളിയല്ലാഹു അൻഹു മുരീദ് ഖാദിരി തരീഖത്തിലെ ശൈഖ് ഖാദിർ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയാതെ, ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയാതെ ഒരക്ഷരം അപ്പുറത്തേക്ക് പറയൂല ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്. തെന്നിന്ത്യയിൽ ശ്രദ്ധിക്കും, തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് സൈഡിൽ മരം നട്ടുപിടിപ്പിച്ചത് ആരാണ്? ടിപ്പു സുൽത്താൻ റഹിമഹുല്ലാഹ്. എന്താ നമുക്കത് ചെയ്തൂടെ? ഇപ്പോഴും മൈസൂർ പോയ അതിൻ്റെ ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്താ മൈസൂരിന്റെ ഇപ്പോഴും ആ വലിയ വലിയ തണ്ട മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഇപ്പോഴും മൈസൂരിൽ കാണുന്നുണ്ട്. വളരെ ചിന്തിക്കണം. നോർത്ത് ഇന്ത്യയിൽ ആസാം അടക്കമുള്ള 100 കിലോമീറ്റർ മരം നട്ടുപിടിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഷേർഷാ സൂരിയാണ് റഹ്മത്തുള്ളാഹി അലൈഹി. ഷേർഷാ സൂരിയാണ് പ്രധാനപ്പെട്ട മുസ്ലിം രാജാവായ ഷേർഷാ സൂരി. നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യ രാജ്യത്ത് റോഡ് സൈഡിൽ മരം നട്ടുപിടിപ്പിച്ച 2 ഭരണാധികൾ. നോർത്ത് ഇന്ത്യയിൽ ഒന്ന് ഷേർഷാ സൂരിയാണ്, സൗത്ത് ഇന്ത്യയിൽ അത് മഹാനായ ടിപ്പു സുൽത്താനാണ്. ഇതെന്താ നമുക്ക് ഇതല്ലേ നമ്മളെ പണി? ഈ ഫ്ലെക്സിബിലിറ്റി അങ്ങോട്ട് ഒഴിവാക്കുക. എപ്പോഴും ഈ ഒരു പ്രകാശനം, ഈ ഒരു ആളുകളെ മുന്നിൽ ആളാകുക, ഈ പണി നിർത്തിയിട്ട് പണിയെടുക്കാൻ സംഘടനകൾ തയ്യാറാക്കുക. അതിന് മുണ്ട് മാറ്റുക എന്ന നാട് ഉണ്ടാവും. ഇത് വളരെ ഗുണമുള്ള കാര്യമാണ്. ധനാഢ്യന്മാരൊക്കെ ഉള്ളവരും ഒക്കെ 8, 10, 20 ഏക്കറൊക്കെ നെൽപ്പാടങ്ങൾ കൂടി ഭൂമിയും പരിസരവും നാശമാക്കുന്ന കാര്യങ്ങൾക്കെതിരെ അതാത് നാട്ടുകാർ ഉണരുക. കോഴിപ്പീടികയൊക്കെ ഒരു നാട്ടിലുണ്ടായിക്കോട്ടെ, പക്ഷെ അത് അതിൻ്റെ വൃത്തിയിലും മറ്റും മണ്ണിൽ കുഴിച്ചിട്ടും അതിനെ സംസ്കരിച്ചു ഉണ്ടാകുന്ന രീതി, ഈ അനാവശ്യമായ വാതകങ്ങളും മറ്റും ഈ വൃത്തികെട്ട നാറ്റങ്ങളും ഉണ്ടാകുന്ന രൂപത്തിലും മണ്ണിനെയും ഭൂമിയെയും വെള്ളത്തെയും നശിപ്പിക്കുന്ന രൂപത്തിലും
ഒരു ഇത്തരം സാധനങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകി അവസാനം കിണറിലെത്തിയാൽ കിണറിൻ്റെ വെള്ളത്തിൻ്റെ പ്രത്യേകത, കിണറിൻ്റെ വെള്ളം ഒരിക്കൽ നാശമായി പിന്നെ നന്നാവില്ല. ഒരു കിണറിൻ്റെ വെള്ളം നാശമായി പിന്നെ നന്നാവില്ല. ഭൂഗർഭ ജലാശയങ്ങളുടെ സ്വഭാവം, ഭൂഗർഭ ജലാശയങ്ങളുടെ പ്രത്യേക വിഷയം, ഭൂഗർഭ ജലാശയങ്ങളിൽ വെള്ളം നാശമായിപ്പോയാൽ പിന്നെ നന്നാവേല. നേരെ മറിച്ച് പുഴ അങ്ങനെയല്ല, പുഴ നന്നായി കൊണ്ടേയിരിക്കും, പുതിയ പുതിയ വെള്ളം വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് പറഞ്ഞത്? അതായത് കിണറിലെ വെള്ളം നാശമായി പിന്നെ നന്നാവില്ല, അതിലെങ്ങാനും കെമിക്കൽ ചേർന്നു പോയാൽ നന്നാവില്ല. ഇതാണ് നമുക്ക് സംഭവിച്ചത്. ഈ മണ്ണിൽ നേരെ ഒലിച്ചിറങ്ങാണ് ഈ കെമിക്കൽ നേരെ ഇങ്ങോട്ട് ഇതിലേക്ക്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഈ കുടുംബം വല്ലാതെ കൂടിപ്പോയി. ഒരാൾ ഒരു കുട്ടിയായ ഒരു പെണ്ണിട്ടുന്നതിന് മുമ്പ് തന്നെ വീടുണ്ടാക്കി അങ്ങനെ പോവാം. ഒരു വീട് ഒരു കക്കൂസ്. എത്ര നമ്മൾ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞാലും സത്യത്തിൽ ഈ ആവശ്യമില്ലാത്തത് മുഴുവനും ഇതിലേക്ക് കുടിച്ചാകും. അത് വളരെ നമ്മൾ സൂക്ഷിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട പറഞ്ഞത് എന്തുകൊണ്ട് ഒരു 5 or 8 വീടുകൾക്ക് എന്ത് ചെയ്യാം ഒരു കിണർ? അതൊക്കെ നമ്മൾ നടപ്പിൽ വരുത്തിയാൽ എന്താണ് അതുകൊണ്ട് വലിയ ഗുണമുള്ള കാര്യമല്ലേ? സഹകരിക്കണം. അൽ ജമാഅത്തു റഹ്മ, ആ ഹദീസിനും ബാധകല്ലേ? അൽ ജമാഅത്തു റഹ്മ, കൂടിയാൽ അള്ളാഹിന്റെ അനുഗ്രഹം ഉണ്ടാവും. അതിനും ഇതിപ്പോ എന്താ ആകെയുള്ള ഒരു 3 സെന്റ് 5 സെന്റ്, ആ 5 സെന്റ് വീട്, മുറ്റം, പിന്നെ എന്ത് കിണർ, പിന്നെ എന്തും കിണറിന്റെ അത്ര വലുപ്പത്തിൽ എന്തും ഒരു കക്കൂസിന്റെ കുഴിയും. അപ്പുറത്തെ വീടിന്റെ കക്കൂസിന്റെ കുഴി ഇങ്ങോട്ട്, ഇതിനെ കൂട്ടി ഇങ്ങോട്ട്. എന്നിട്ട് പിന്നെ എന്തില്ല, തിന്നാ ദഹിക്കൂല, അവിടെ വണ്ണം വെക്കുക, ഇവിടെ നീര് വെക്കുക, അവിടെ സോക്കട്, ഇവിടെ ആസ്തമ വലിവ്, ഇവിടെ സോക്കട്. എന്താണെങ്കിലും ഒരു ആശുപത്രി കൊണ്ടായ റേഡിയേഷൻ 4 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ കുഴിച്ചിട്ടു. ഇതന്നെ അവസ്ഥ. എല്ലാവർക്കും ക്യാൻസർ. ആർക്കപ്പോൾ ഈ കൂട്ടത്തിൽ ക്യാൻസർ ഇല്ല എന്ന് പറയാൻ പറ്റുക? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ ക്യാൻസർ മുഴുവനും വരാനുള്ള 80% ക്യാൻസറിന്റെ കാരണം വെള്ളം നാശമായതാണ്. അപ്പം നമ്മൾ പറഞ്ഞു, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഈ 2 സെന്റിൽ 3 സെന്റിലൊക്കെ ഒരു കക്കൂസിന്റെ കുഴിയും ഒരു കിണറിന്റെ കുഴിയും, ഇത് നമ്മളൊന്ന് ശക്തമായി നിയന്ത്രിക്കുക. ഈ വിഷയത്തിലൊക്കെ ഒരു ബോധവൽക്കരണം നടത്തുക. പിന്നെ അതേപോലെ തന്നെ കൃഷി ഒന്ന് സാർവത്രികമാകില്ല. അതിൽ അള്ളാഹുക്കുള്ള ഇബാദത്തുണ്ട്. കാന ആദം ഹാരിസൻ, ആദം കർഷകനായിരുന്നു സയ്യിദുനാ മുഹമ്മദ്. എന്തിനാണ് ആ ആദം നബി കൃഷി ചെയ്തതെന്ന് ഇപ്പോഴും എനിക്ക് പിടുത്തം കിട്ടിയില്ല. എന്തിനാണ് ഇബാദത്ത് എന്ന നിലക്കല്ലാതെ എന്തിനാണ്? കാരണം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിലേക്ക്, ഭൂമിയിലേക്ക് വേറെ ഒരാളിന്റെ ആകെയുള്ളത് സ്വന്തം ഭാര്യ, 2 ആളെ തിന്നാനുള്ളൂ. ആരും ആദം നബിയും ഹവ്വാ റളിയല്ലാഹു അൻഹയും. അല്ലാതെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇബാദത്തല്ലേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാ കൃഷി ചെയ്തത്? എവിടെ നോക്കിയാലും മാങ്ങ, എവിടെ നോക്കിയാലും ചക്ക, എവിടെ നോക്കിയാലും ആപ്പിള്, എവിടെ നോക്കിയാലും മുന്തിരി, ഇതൊക്കെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിലേക്ക് ഏകനായി ഇറങ്ങി വന്ന ആദം നബി അലൈഹി സ്വലാം എന്തിനാ കൃഷി ചെയ്തത്? കാന ആദം ഹാരിസൻ, ആദം കർഷകനായിരുന്നു. ഏറ്റവും കൂടുതൽ ചെയ്തത് നെല്ലാണ്, നെൽകൃഷി. നെൽകൃഷി ആദ്യമായി ഭൂമിയിൽ കൃഷിയായി തുടങ്ങിയത് ആരാണ്? സയ്യിദുനാ ആദം. പറയാൻ കഴിയുമോ ഈ സുന്നത്തിന്റെ കയ്യിലുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ളവരൊക്കെ ഒന്ന് കൈവക്കി. ഇപ്പോൾ എനിക്ക് ഈ സുന്നത്തുണ്ട്, എനിക്ക് കൈവക്കാൻ കഴിയും. ഒന്ന് ഞാൻ തന്നെയാണ്. 1 2 മനുഷ്യന്മാരുണ്ട്. അയ്യയ്യേ, നെൽകൃഷി. ഭൂമി ഇല്ല, ഭൂമി വേണമെന്നത് ഉണ്ടാവും. ഭൂമി വേണമെന്ന് വിചാരിച്ചാൽ ഉണ്ടാവും. ഭൂമി വേണമെന്ന് വിചാരിച്ചാൽ ഉണ്ടാകും. എങ്ങനെ ഉണ്ടാക്കാൻ കഴിയാത്തത്? നിങ്ങളൊക്കെ ഈ 2 തൊടയുടെ ഇടയെ ഇറക്കി കൊണ്ടിറക്കണ മോട്ടോർ സൈക്കിൾ വിറ്റാൽ അരയേക്കണ ഭൂമിയാണ്. നെൽഭൂമി, നെൽകൃഷി ഒക്കെ വാങ്ങാം. ഇല്ല എന്നൊക്കെ നിങ്ങൾ ആ ക്ലൂസൊന്നും എന്നോട് പറയണ്ട. അതൊക്കെ ഇതിൻ്റെ അപ്പുറം കണക്ക് കൂട്ടി വരികയാണ് ഞാൻ. പണിയെടുക്കാൻ ആളില്ല. എന്തുകൊണ്ട് പണിയെടുക്കാൻ ആളില്ല? എടാ നിന്റെ പാപ്പ ആദം പണിയെടുത്തിട്ടുണ്ടല്ലോ. കാന ആദം ആദം കർഷകനായി. പണിയെടുക്കാൻ ആളില്ല. നിനക്കെന്റെ പണി തന്നെ പണിയുണ്ട്. അവനെ പണിയെടുക്കുക. അവനാന്റെ മക്കളും ഇറങ്ങി പണി. ആര് വലിയ വലിയ മുതലാളിമാർ ഇതവിടെ ഇരിക്കണം, വലിയ വലിയ ധനാഢ്യന്മാരടക്കം ഈ നാട്ടിലെ ഉമറാക്കളൊക്കെ ഉണ്ട്. ഇവരെ വാപ്പാർ ഇവിടെ ഇതിനേക്കാളും വലിയ ധനാഢ്യന്മാരുണ്ട്. ഇവർക്കുള്ള ഇതിന്റെ അപ്പുറമൊക്കെ ഉണ്ടായിരുന്നു ഇവരെ വാപ്പാർക്ക്. എന്തായിരുന്നു രാവും പകലും കൃഷിപ്പണിയല്ലാത്ത എന്തൊരു പണി ഉണ്ടായിരുന്നു? ഇവിടെ ഇരിക്കുന്ന ഇവിടെ കാരണന്മാരൊക്കെ ഉണ്ട്. ഈ കാരണന്മാർ പറയട്ടെ. ഇവിടെ ഇരിക്കുന്ന കാരണം മൊയ്മോനാജി ഇവിടുന്ന് പോയി, ഇവിടെ പരീക്കുട്ടിയാക്കി. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇവിടെ കാരണന്മാരൊക്കെ ഉണ്ട്. ഇവരെ വാപ്പമാരുടെ പണി എന്തായിരുന്നു കൂടുതലും? എന്തായിരുന്നു ഇവരുടെയൊക്കെ വാപ്പമാർ ഏറ്റവും വലിയ പണി? കൃഷിപ്പണിയല്ലേ? ഇതവിടെ ഇരിക്കുന്നതൊക്കെ ചോദിക്കും. ഇവരൊക്കെ ഇവരുടെ ഈ ഇരിക്കുന്നവരുടെ 100 ഇരട്ടി മുതലാളിമാരെ അവരെ വാപ്പാരുണ്ട്. എന്നിട്ടോ ഇവരുടെയൊക്കെ കാലത്തിൽ അത് കുറച്ച് തേഞ്ഞു പോയി, നല്ലതൊക്കെ കൂടിയിട്ടില്ല. ഇതിനേക്കാളും വലിയ മുതലാളിമാർ നാട്ടിന്റെ കാൻബഹാദൂർമാരായ ആളുകളുടെ മക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ അടക്കുന്ന ആളുകളും എന്തായിരുന്നു വാപ്പാരുടെ പണി? എന്താണല്ല ഗുണം എന്താണെന്നറിയോ? 1000 പറ വാങ്ങുന്നിടത്തേക്ക് അരക്കറ്റാണ്. അങ്ങനെ ഒരു ചെല്ലുണ്ട്. ഒരു അരക്കറ്റ ഒരു ഭൂമിയിൽ അത്രയും കൊയ്തിട്ടുള്ളെങ്കിലും ഒരു അത്യാവശ്യമുള്ള ഒരു വീട് പോലെ തോന്നും.
അവിടെയും കുറച്ച് കുറച്ച് പിന്നെ പതിരുണ്ടാവും, ഇവിടെ കുറച്ച് പിന്നെ പതിരും നെല്ലും കൂടി കൂടിയതുണ്ടാവും, ഇവിടെ കുറച്ച് പിന്നെ നെല്ലിൻ്റെ അടയാളം ഉണ്ടാവും, ഇവിടെ കുറച്ച് പൊടിയുണ്ടാവും, ഒരു പാറ്റി അടയാളം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇന്ന് പാർക്ക പാറ, ആരെ വീട്ടിലാ പാറ ഉള്ളത്? ആരെ വീട്ടിലാ ഇടങ്ങഴി ഉള്ളത്? ഒന്ന് പറയും. രണ്ടിടങ്ങഴി ഇന്ന് നോവൽ എഴുതി മിക്കവാറും പുസ്തകങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാവും. എൻ്റെ വീട്ടിലുണ്ടെന്ന് പറയും, ഒരു 3-4 ആളുകളെ വീട്ടിലുണ്ടാവും. എന്താണോ ഒരു വലിയ അവരൊക്കെ ഒരു അതിനൊക്കെ കാരണമുണ്ട്, അതുകൊണ്ടുണ്ടാവുക. എന്തുകൊണ്ട് നമ്മളെ വീട്ടിലില്ല? ഇതൊക്കെ നമ്മൾ മലയാളികളായ നമ്മളൊക്കെ ഒരു മലയാള പെരുമ പോലെ നമ്മൾ അടിത്തറയായിരുന്നില്ല ഇതൊക്കെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിന വസാഇന. അളവ് പാത്രമുള്ള വീട്ടിൽ ബർക്കത്ത് ചെയ്യുമെന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ സിംഹഭാഗം 1 ഏക്കർ ഭൂമി കൃഷി ചെയ്ത് വാങ്ങാൻ കഴിയാത്ത ആളുകളൊന്നും ഇവിടെ ഇല്ല. കുളൂസൊന്നും എന്നോട് പറയണ്ട, എല്ലാവർക്കും കഴിയും. 1 ഏക്കർ ഭൂമിക്കുള്ള വില എന്ന് പറഞ്ഞാൽ അതൊക്കെ നെൽപ്പാടത്തിന്റെ കാര്യം ഞാനീ പറയുന്നത്. അല്ല, നിങ്ങൾ 1 ഏക്കർ പറഞ്ഞ എന്തിനെന്നറിയോ? നിങ്ങൾ 1 ഏക്കർക്ക് 25 കോടി കൊടുക്കേണ്ടി വരും. അത് നഗരവൽക്കരണത്തിന്റെ ഭൂമിയെ പറ്റി പറയാം. അത് ഷിബിറിന് വില ഉണ്ടാവും, ചാണിന്. അതല്ല ഞാൻ പറഞ്ഞത്. ഒരു നെൽപ്പാടത്തിന്റെ വില കുറഞ്ഞ വിലയിലുള്ളതൊക്കെ എന്തുകൊണ്ട് അതിനൊക്കെ മെനക്കെട്ടുകൂടാ? ഇതൊക്കെ എല്ലാവരും തയ്യാറാവണം. ശുദ്ധമായ തേനുണ്ടാക്കുക, ശുദ്ധമായ കൃഷി ഉണ്ടാക്കുക, കാന ആദമു ഹാരിസ, ഇതൊക്കെ നല്ല കാര്യമാണ്. അയാൾക്ക് വേണ്ടി പിന്നെ അള്ളാഹുവിന്റെ മലക്കുകൾ ഈ പ്രകൃതിയിലെല്ലാം ഒരു മണ്ണര അതിനൊക്കെ ജീവിക്കാൻ ഇയാൾ അവസരം കൊടുത്തു. അതൊക്കെ ഇയാൾക്ക് വേണ്ടി ദ്വാർക്കും. എല്ലാം ദ്വാർക്കും. ഒരു കൃഷിനെ നെല്ല് നട്ടു. അപ്പോൾ ഏതോ നാട്ടിൽ നിന്ന് കിളികൾ വന്നിട്ട് അതിൻ്റെ ഒരു മണി കുറിച്ചാൽ ആ മണി തീ കുല്ലിക്കബദിൻ സ്വതക്ക. ഒരു കരളുള്ള പച്ചയായ ജീവി ഒരു സാധനം ഒരു മണി കൊത്തിയാൽ അത് നിനക്ക് സ്വതക്കയാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കരളുള്ള ജീവി ഇത്ര ചെറിയ ഒരു അടക്കാക്കിളി വന്നിട്ട് നിന്റെ ഒരു നെൽമണി കൊത്തിയാൽ അത് സ്വതക്ക, നിനക്ക് ഉള്ള സ്വതക്കയാണ് മുസ്തഫ റസൂലുള്ളാഹി പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പണിയെടുക്കാൻ തയ്യാറാകണം. എന്നും നമ്മളിങ്ങനെ അലക്കി വെച്ചിട്ട് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ അലക്കിയൊക്കെ ഒന്ന് തേച്ചിന് ക്ലിയർ ആക്കിയിട്ട് നല്ല ഇത്തിരി ചുളിയാത്ത കുപ്പായ, അതിങ്ങനെ പുതിയ വെളുത്ത കുപ്പായ വാങ്ങാം. വെളുപ്പൊന്നും ഒരിക്കലും ചുളിയാൻ പറ്റാത്ത ആദ്യ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് ഒരുങ്ങിത്താക്കി ഇങ്ങനെ എടുത്ത് നിന്നാൽ വല്ലാതെ നേരം വൈകില്ല, ക്യാൻസർ ആവും. അപ്പൊ ഇതൊക്കെ ഇവിടെ നിയന്ത്രിക്കാൻ ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിഖളാഇ എന്നല്ല, ബിമാ. എങ്ങനെയാണ് ആയത്ത്? കരയും കടലും ഭൂമിയും പ്രകൃതിയും ഒക്കെ നശിച്ചത് നിന്റെ കലാവ് പടച്ചോന്റെ കലല്ലേ, പടച്ചോന്റെ കലാന്നല്ല അള്ളാഹ് പറഞ്ഞത്. മനുഷ്യൻ നാശാക്കിനാണ് അല്ലേ? അങ്ങനെയല്ലേ ആയത്ത്? റൂമിന്റെ 49-ാമത്തെ ആയത്തോടെ ഓതിയല്ലോ, ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. നമ്മൾ കുറച്ച് നിസ്കാര കണക്കും നോമ്പിന്റെ കണക്കും വേറെ ഒന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഒരു ഇസ്ലാം മതം. ഇങ്ങനെയാണെങ്കിലോ ഈ ഇസ്ലാമും ഈ ഉദൂന്റെ കണക്കും ചോരന്റെ കണക്കും പഠിപ്പിക്കാനാണെങ്കിൽ എന്തിനാണോ മുഹമ്മദ് നബി 23 കൊല്ലം ഭൂമിയിൽ ജീവിച്ചു? ഈ നിസ്കാര കണക്കും നോമ്പിന്റെ കണക്കും പഠിപ്പിക്കാൻ 23 കൊല്ലം ജീവിക്കണോ മുഹമ്മദ് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അതല്ല കൂടുതൽ പഠിപ്പിച്ചത് ഈ പ്രകൃതി, ഭൂമി, ഈ ചന്തപ്പെട്ട ഈ ഒരു സാഹചര്യം ഇത് നിലനിർത്തുക. സംസ്കാരം, രീതി, മനുഷ്യൻ, കൃഷി, നഗരം എല്ലാം അതതിന്റെ വൃത്തിയിലും രീതിയിലും നിലനിർത്താൻ ഹബീബ നബി അധ്വാനിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ഇത് പറയേണ്ടത് ഷൗബീന്ദ്രൻ മാഷല്ല, ഇത് പറയേണ്ടത് ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ല, ഇത് പറയേണ്ടത് സ്റ്റീഫൻ ഹോക്കിൻസ് അല്ല, ഇത് പറയേണ്ടത് നമ്മളാണ്, നമ്മൾ മുസ്ലിമീങ്ങളാണ്. കാരണം നമുക്ക് അടിസ്ഥാനപരമായി ഇത് സ്വതക്കയാണ്, ഇബാദത്താണെന്ന് കൽപ്പിക്കുന്ന ഒരു കിതാബ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അവരത് ചെയ്തത് പ്രകൃതി സംരക്ഷണത്തിനാണ്, നമ്മളത് ചെയ്ത് പ്രകൃതി സംരക്ഷണത്തിനുമാണ്. പിന്നെ എന്തുമാണ്? ഇബാദത്താണ്. അത് ഭയങ്കര കൂലിട്ടുന്നൊരു ഇബാദത്താണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നെല്ലുണ്ടാക്കിയാൽ എന്തൊക്കെ ഉണ്ട്? ഒന്ന് നല്ല നെല്ല് തിന്ന, അരി തിന്ന, പിന്നെന്തുണ്ട്? അതൊരു ഇബാദത്താണ്, അത് മനസ്സിലാക്കണം. കാന ആദമു ഹാരിസ. ആദം നബി കർഷകനായിരുന്നു, ബാപ്പയായ ആദം നബി കർഷകനായിരുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദും. ലാഭം കുറയും. നേരെ മറിച്ച് 2 റിസോർട്ട് ഉണ്ടാക്കിയിട്ട് 2 തിളപ്പിക്കണ മെഷീനും വാങ്ങി വെച്ചാൽ എല്ലാവർക്കും പുഴുങ്ങിയ കോഴിയെ കൊടുത്തിട്ട് അങ്ങനെ എന്താ പറയാ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കാം. ആ ഫാസ്റ്റ് ഫുഡിൽ ലാഭം ഉണ്ടാവും, പക്ഷേ ഒരാളും നിനക്ക് വേണ്ടി ദ്വാർക്കൂല. നേരെ മറിച്ച് 1 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്താൽ എത്ര ജീവികൾ നിനക്ക് വേണ്ടി ദ്വാർക്കും? അതെത്ര വലിയ കാര്യമാണ്. അതുപോലെ കബർ കിടക്കാൻ ഞാൻ ഇതിന്റെ ചെറിയ സാമ്പിൾ മാത്രമേ കാട്ടിയിട്ടുള്ളൂ. അല്ലാഹ് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين والحقنا بالصالحين آمين برحمتك يا أرحم الراحمين. നാളെ എല്ലാവരും നേരത്തെ തന്നെ വരിക. നാളെ രാവിലെ ക്ലാസ് ഉണ്ട്. നാളത്തെ വിഷയം മദീന അണയാത്ത വിളക്കുമാടം. ഇതാണ് നാളത്തെ വിഷയം, മറക്കരുത്. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.